أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إلى حضرة سيدنا وحبيبنا المصطفى محمد صلى الله عليه وسلم وإلى حضرة مصنف هذا الكتاب العلامة القاضي سيدنا أبي الفضل عياض بن موسى رضي الله عنه وسائر مشايخه وأساتذته الذين ذكروا أسماءهم في هذا الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഒന്നാമത്തെ കിസ്മിലെ നാലാമത്തെ ഫസലാണ് ഫീ ഖസമിഹി സുബ്ഹാനഹു വ തആല. ഇവിടെ എന്താ ഉള്ളത്? ജല്ല വഅല ബി അലീമി ഖദ്രിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമാൻ. അത് തസ്ലീം ഏതാ? വസല്ലമാൻ്റെ മഫ്ഊൽ. എന്താ പറഞ്ഞു വരുന്നത്? ഖുർആനിൽ അല്ലാഹു തആല ഒരുപാട് ഖസമ് പറഞ്ഞിട്ടുണ്ട്. വല്ലുഹാ വല്ലൈലി വല്ലൈലി ഇദാ യഗ്ഷ വൽഫജ്രി വലയാലിൻ അശ്ർ, അങ്ങനെ തുടങ്ങിയിട്ട് വത്തീനി വസ്സൈത്തൂനി. ഖസമിൻ്റെ ബാബ് കൊടുത്തിട്ട് ഒരുപാട് ഖസമുണ്ടല്ലോ. അത് എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയല്ല, ചിലത് എല്ലാത്തിനും ഉണ്ട്. അപ്പം അതെല്ലാം കൂടെ ഒപ്പം ഒരുമിച്ച് കൂട്ടുകയും. എന്തുകൊണ്ട്? ഖസമ ചെയ്യുക, ഒരു സാധനത്തിനെ കൊണ്ട് ഖസമ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ തഅദീമാക്കേണ്ട ബാബാണ്. ഒരാശയം പറയാൻ വേണ്ടിയിട്ട് ഒന്ന്, ഖാലല്ലാഹു സുബ്ഹാനഹു വ തആല ലഅംറുക ഇന്നഹും ലഫീ സക്റതിഹിം യഅമഹൂൻ. സൂറത്തുൽ ഹിജ്റിലെ 72 ലഅംറുക എന്ന് പറഞ്ഞാൽ തങ്ങളെ ആയുഷ്കാലത്തിന് തന്നെയാണ് സത്യം എന്ന് പറഞ്ഞത്. ഇന്നഹും അവരെന്ന് പറഞ്ഞാൽ ദുർമാർഗികളായ ആളുകളെ പറ്റി. അവരുടെ ദുന്യാവിൻ്റെ സക്രത്തുണ്ടല്ലോ, ഒന്നും തിരിയാത്തൊരവസ്ഥ, ഒരു മസ്ത് പിടിച്ച ഹാലി, അതിൽ നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ എന്ന ആശയം നമ്മളോട് പറയാൻ വേണ്ടി ലഅംറുക സത്യത്തിന് ഉപയോഗിച്ചാരിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്തിൽ. അതൊരു വല്ലാശരീന്ന് ഒരു കാലം, അവ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം എന്നർത്ഥമുണ്ട്. ഇത്തഫഖ അഹ്ലു തഫ്സീരി, തഫ്സീറിൻ്റെ അഹ്ലുകാരെല്ലാവരും ഏകാഭിപ്രായക്കാരാണ് ഫീ ഹാദാ, ഈ ആയത്തിൽ, അന്നഹു ഖസമുൻ മിനല്ലാഹി സുബ്ഹാനഹു വ തആല ബിമുദ്ദത്തി ഹയാത്തി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്ത് കാലം കൊണ്ട് സത്യം ചെയ്തതാണ്. ഇനി ലഅംറുകാന്റെ അസ്ലാൻ ലാം എന്താണ്? തൗക്കീദിന്റെ ലാമ. തൗക്കീദിന്റെ ലാമാകുമ്പോൾ കളയപ്പെട്ടൊരു കസമാടുണ്ടാകും. കസമിന്റെ ജവാബിൽ കടന്ന ലാമാണല്ലോ. അപ്പൊ രണ്ട് കസമുണ്ട്, ഒരു മഹദൂഫുമുണ്ട്, ഒരു മദ്കൂറുമുണ്ട്. വ അസ്ലുഹു, ഈ അംറിന്റെ അസ്ൽ എന്താണ്? ദമ്മുൽ ഐനി, ഉംറു എന്നാണ്. മിനൽ ഉംദി വലാകിന്നഹ, എങ്കിലും ഫുതിഹത്, അതിന് ഫത്ഹ് കൊടുത്തതിനാ ലികസറത്തിൽ ഇസ്തിഅമാൽ, അത് ധാരാളം ഉപയോഗിച്ചപ്പോൾ എന്താ? ഉപയോഗിക്കാൻ സൗകര്യം ഫത്ഹ് കൊടുത്താലാണ്. ദമ്മിൽ എന്താക്കണം? ഇങ്ങനെ ആക്കേണ്ട പണിയിലില്ലേ? അതുപോലെ എഴുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ബാൻ്റെ അലിഫ് കളഞ്ഞത്. ഒറ്റ പോക്ക് പോവുകയല്ല. ആ ബിസ്മിലി വമഅനാഹു വബഖാഇക യാ മുഹമ്മദു അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം, തങ്ങളെ ബഖാ. വഖീല വഐശുകി വഐസിക യാ മുഹമ്മദു, രണ്ടും അർത്ഥം തന്നെ. വഖീല വഹയാതിക, പറഞ്ഞതെല്ലാം മൂപ്പരെടുത്ത് പറയലാണ്. മാന ഒന്നായിരിക്കും.
എന്താ ചിലർക്ക് പിടിക്കാത്ത. വഹാദിഹി ഇത് നിഹായത്തു തഅലീം അങ്ങേയറ്റത്തെ ആദരവ് പ്രകടിപ്പിക്കലാണ്. വഗായത്തുൽ ബിർരി വത്തശ്രീഫ്. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നു മാ ഖലഖല്ലാഹു തആല വമാ ദറഅ വമാ ബറഅ. മാ ഖലഖ എന്ന് പറഞ്ഞ ഒരേ അർത്ഥം തന്നെയാണ് വമാ ദറഅ, ഒരേ അർത്ഥം തന്നെയാണ് ഏത് വമാ ബറഅ. അപ്പം എന്തായി? ഖലഖ പടച്ചു. അപ്പോൾ പടക്കലിന് ചില വ്യത്യാസങ്ങളുണ്ട്. ഒരു പ്രത്യേക ആകൃതിയും പ്രത്യേക ഷേപ്പും ഓരോ ഘടനയും കൊടുത്തിട്ട് ഉണ്ടാക്കുന്നതിനാണ് ഖലഖ എന്ന് പറയുന്നത്. പിന്നെ ദറഅ എന്ന് പറഞ്ഞാൽ ഈ ഹയാത്തുള്ള വസ്തുക്കളെ പടക്കലിനാന്ന് പോലും എന്താ പറയുക ദറഅ എന്ന് പറയുന്നത്. ബറഅ എന്നുള്ളത് എല്ലാത്തിനും ആമ്മാണ്, ഭാര്യ. ചുരുക്കത്തിൽ അല്ലാഹു തആല ഒരു നിലക്കും സൃഷ്ടിച്ചിട്ടില്ല നഫ്സൻ, ഒരു നഫ്സിനെയും സൃഷ്ടിച്ചിട്ടില്ല. അക്റമ അലൈഹി അള്ളാഹുവിൻ്റെ അടുക്കൽ ബഹുമാനരായ ഒരാളെ, ഒരു നഫ്സിനെ മീൻ സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ ഏറ്റവും ബഹുമാനം അർഹിക്കുന്ന ഒരു നിലക്കും അല്ലാഹു തആല വേറെ ആരെയും പഠിച്ചിട്ടില്ല. മലായിക്കത്തും എല്ലാം പെട്ടെന്നില്ല. വമാ സമിഅതുല്ലാഹ തആല അല്ലാഹു തആലാനെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുമില്ല. അഖ്സമ ബിഹയാതി അഹദിൻ ഗൈരിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാത്ത ഒരാളെ ഹയാത്ത് കൊണ്ടും അല്ലാഹു തആല സത്യം ചെയ്ത് പറഞ്ഞ ചരിത്രമില്ല. കണ്ടോ? ഖാല അബുൽ ജൗസാ പറയുന്നു മാ അഖ്സമല്ലാഹു തആല ബിഹയാതി അഹദിൻ ഗൈരി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇബ്നു അബ്ബാസ് തങ്ങൾ അതേ ഖൗല് തന്നെയാണ്. എന്തേ വ്യത്യാസമുള്ളൂ? ഗൈരിഹീന ലമീർ ഗൈരി മുഹമ്മദിൻ ലാഹിറാക്കിയേ ഉള്ളൂ. ലിഅന്നഹു അക്റമുൽ ബരിയത്തി ഇൻദഹു അല്ലാഹു തആല പടച്ച ബരിയത്ത് ബറാന്റെ ഫഈൽ വസനാണ്. ബരിയത്ത് എന്നാണ്ടായാല് അപ്പൊ ബരി എന്ന് പറഞ്ഞ നീട്ടാനുള്ള യാണ്ടല്ലോ, അതിന് മറ്റേ യാവിന് ഇദ്ഗാമാക്കി. ഇനി രണ്ടാമത്തെ ഒരു കസമ തീരുന്നു. അടുത്തതാന്ന് വഖാല തആല യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. ഇതല്ലേ ഇഖ്തലഫൽ മുഫസ്സിറൂന ഫീ മഅനാ യാസീൻ. യാസീൻ എന്നതിൻ്റെ മാന എന്താണ് എന്ന് മുഫസ്സിരീങ്ങൾക്ക് എന്തുണ്ട്? ഇഖ്തിലാഫ് ഉണ്ട്. അല അഖ്വാൽ, പല കോൽ. ഫഹക അബൂ മുഹമ്മദിൻ മക്കിയുൻ എന്നവർ റിപ്പോർട്ട് ചെയ്യുന്നു അന്നഹു റുവിയ അനിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഖാല തങ്ങൾ പറഞ്ഞു ലീ ഇൻദ റബ്ബി അശറത്തു അസ്മാ. റബ്ബിൻ്റെ അടുക്കൽ എനിക്ക് 10 അസ്മാ ഉണ്ട് എന്നാണ്. 10 ഉള്ളൂ എന്നല്ല. കാരണം 500ഓളം ഇവിടെ അസ്മാ വാരിദായിട്ടുണ്ട് എന്നും പറഞ്ഞു. 400ഓളം എടുത്തിട്ട് യൂസഫ് നബാനി മാവ് ബൈത്താക്കിയിട്ടുണ്ട്. അതിന് മൂപ്പറ തന്നെ ശറഹ് ചെയ്തിട്ടുണ്ട്. തൗറാത്തിലുള്ളത്, ഇഞ്ചീലിലുള്ളത്, ഖുർആനിലുള്ളത്, ഹദീസിൽ വാരിദായതെല്ലാം. അപ്പം ഇപ്പം പറഞ്ഞ ഹദീസിൽ 10 ദക്കറ മിൻഹ. എന്നിട്ടോ അതിൽ നിന്ന് പറഞ്ഞു, ആ അസ്മായിൽ നിന്ന് ത്വാഹ വയാസീൻ എന്നുള്ളത് ഇസ്മാനി ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള 2 ഇസ്മാണ്. ഇത് താഹിയും യാസീൻ. അലമാറ്റ് ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഇനി വഹക അബൂ അബ്ദുറഹ്മാൻ സുലമി അൻ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു. നമ്മുടെ അഹ്ലു ബൈത്ത ജഅഫർ സാദിഖ് അന്നഹു അറാദ യാ സയ്യിദു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. യാസീൻ എന്നതുകൊണ്ട് ഉദ്ദേശം യാ സയ്യിദു. അപ്പൊ യായിലെന്തുണ്ട്? ഇതാണ്ട് അതാ മുഖാതബത്തൻ ലിനബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുഖാതബായിക്കൊണ്ട് യാ സയ്യിദു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ 2 മൂലമില്ലേ? വനിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ യാസീൻ എന്ന് പറഞ്ഞാൽ യാ ഇൻസാനു എന്നായി. ഇപ്പൊ കുറച്ചും കൂടെ ആമ്മയിപ്പോയി അല്ലേ? പക്ഷെ ഇൻസാനാകുന്നുണ്ട്. ആമ്മ പ്രയോഗിച്ചാൽ ഖാസ് മുറാദ്. അതാണ് ഇത് അറാദ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചുകൊണ്ടാണ്. വഖാല ഇബ്നു അബ്ബാസ് തങ്ങളെ തന്നെ പറഞ്ഞു ഹുവ ഖസമുൻ, അത് ഖസമാണ്, സത്യത്തിന് ഉപയോഗിക്കുന്നത്. അപ്പം ബഹു മിൻ അസ്മാഇല്ലാഹി തആല, അല്ലാഹുവിന്റെ അസ്മായിൽപ്പെട്ടതായി. അപ്പോൾ ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് 2 കോമേ.
وقال الزجاج പറയുന്നു قيل معناه يا محمد اللهم صل عليه وسلم وقيل يا رجل وقيل يا إنسان. ഇത്രയുണ്ട്. വാൻ ഇബ്നുൽ ഹനഫിയ എന്ന് പറഞ്ഞാൽ അലിയാർ തങ്ങളെ മോനാണ്. അത് അപ്പം എന്തായി ഹനഫിയ എന്ന് പറഞ്ഞ പെണ്ണുങ്ങളിലേക്കാ ചേർത്ത്. അതിനാണ് ഹസൻ ഹുസൈൻ എന്നവരും പൊട്ടുപൊടാണ്ട് വെച്ചതിരിക്കാൻ. അതിനൊരു അതെ അതെ ഫാത്തിമ ബീവിന്റെ മക്കളാന്ന് തോന്നിപ്പോകും. യാസീൻ എന്ന് പറഞ്ഞാൽ യാ മുഹമ്മദ് എന്നാണ്. അപ്പൊ ഏകദേശം ഒരേ അർത്ഥത്തിലാ പോകുന്നു. വൻ കഅബിൻ യാസീൻ എന്ന് പറഞ്ഞാൽ ഖസമുൻ അഖ്സമല്ലാഹു തആല ബിഹി ഖബല അൻ യഖ്ലുഖസ് സമാഅ വൽ അർള ബിഅൽഫി ആം. ആകാശഭൂമികളെ പടക്കുന്നതിന് 2000 കൊല്ലം മുമ്പ് തന്നെ അല്ലാഹു തആല സത്യം ചെയ്യാൻ ഉപയോഗിച്ചൊരു കസമാണെന്നാണ് പറഞ്ഞത്. ബിഅൽഫി ആം എന്ന് പറഞ്ഞാൽ വർദ്ധനവെന്നേ അർത്ഥമുള്ളൂ എന്നാണ് ഖാരിന്റെ ശറഹ്. അതായത് തഹദീദല്ല, വളരെ മുമ്പ്. എന്താണ് യാ മുഹമ്മദ് ഇന്നക ലമിനൽ മുർസലീൻ. അതാ യാസീൻ വൽ ഖുർആനിൽ തുടങ്ങിയിട്ട്. അപ്പൊ കസമിന്റെ ജവാബ് എന്തായി? ഇന്നക ലമിനൽ മുർസലീൻ. സുമ്മ ഖാല യാസീൻ വൽ ഖുർആനിൽ ഹകീം എന്നല്ല പറഞ്ഞത്, ഇന്നക ലമിനൽ മുർസലീൻ. അപ്പൊ കസം 2 എണ്ണം വന്നിട്ടുണ്ടാണ്. ഖുർആനുൽ ഹകീം കൊണ്ടും സത്യം വന്നല്ല, അള്ളാഹുവിന്റെ കലാം കൊണ്ട്. ഇനി ഇപ്പം അസ്മാ ആണെന്നും കസമാണെന്നല്ല പറഞ്ഞത്. അന്നഹു മിൻ അസ്മാഇഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിലാണ് എന്ന് പറഞ്ഞാൽ വസഹ ഫീ അന്നഹു ഖസമുൻ, അത് കസമാണെന്നും പറഞ്ഞാൽ രണ്ടും കൂടെ കൂട്ടി വെച്ച് എന്ത് കിട്ടും? തങ്ങളെ പേര് ഉപയോഗിച്ച് കസമ ചെയ്തു. അതല്ല കിട്ടില്ല. കാന ഫീഹി മിന തഅലീമി മാ തഖദ്ദമ, മുമ്പ് പറഞ്ഞ അതേ തഅലീമി ഇതിലുണ്ട്. ഇനി വയുഅക്കിദുഹു, അതിനെ ശക്തിപ്പെടുത്തുന്നുണ്ട്. ഫീ അൽ ഖസമ, അതിനുള്ള കസമിനെ ശക്തിപ്പെടുത്തുന്നു. എന്ത്? അത്ഫുൽ ഖസമിൽ ആഖിരി, മറ്റേ കസം അത്ഫാക്കി. അപ്പൊ മാതൂഫുൻ അലൈഹി, അതിന്റെ മേലെ. അപ്പൊ യാസീൻ എന്നുള്ളത് കസമായി, വൽ ഖുർആനിൽ ഹകീം എന്നുള്ളത് മറ്റൊരു കസമായി. ഇനി വഇൻ കാന ബിമഅന നിദാന്റെ മഅനാക്കാണെങ്കിൽ പിന്നെ അവിടെ കസമ വരുമോന്നാ ചോദ്യം. ഫഖദ് ജാഅ ഖസമുൻ ആഖറു ബഅദഹു, അതിനുശേഷം മറ്റൊരു കസമ വന്നിട്ടുണ്ട്. ലിതഹഖീഖി റിസാലത്തിഹി, ഇത് വൽ ഖുർആനിൽ ഹകീം എന്ന് പറഞ്ഞു. ഇന്നക ലമിനൽ മുർസലീൻ, തങ്ങളുടെ റിസാലത്ത് ഉറപ്പിക്കാൻ മാത്രമല്ല വസ്സഹാദത്തി ബിഹിദായത്തിഹി, തങ്ങൾ ഹിദായത്തിൽ ഉള്ളവരാണ് എന്നുള്ള സാക്ഷ്യം. ഇന്ന് അലാ സിറാത്തിൽ മുസ്തഖീം, അതിനല്ലേ ഹിദായത്ത്. അപ്പൊ നമ്മെല്ലാവരും ചോദിച്ചു വരുന്ന ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം തങ്ങൾ ആദ്യം തന്നെ അല്ലാഹു തആല ആക്കിയിട്ടുണ്ട്. അഖ്സമല്ലാഹു തആല ബിസ്മിഹി വ കിതാബിഹി, അതാ പേര് കൊണ്ടും കിതാബ് കൊണ്ടും അല്ലാഹു തആല സത്യം ചെയ്തു. ഇന്നഹു ലമിനൽ മുർസലീൻ എന്ന്. കണ്ടോ? അതങ്ങനെ ബി വഹയിഹി ഇലാ ഇബാദിഹി, ഇബാദിലേക്ക്. അത് ഇലാ ഇബാദ് എന്തിന്റെ താലൂക്കാണ്? മുർസലീൻ. അർസലക്ക് ഒരു താലൂക്ക് വേണ്ടേ? ഇല അർസല എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇല കൊടുക്കുമല്ലോ, ആ ഇലാണ് മുർസലീന ഇലാ ഇബാദിഹി ബി വഹയിഹി വഅലാ സിറാത്തിൻ മുസ്തഖീം എന്നുള്ളതും മെല്ലുവാണ്. അത് തരീഖിൻ മുസ്തഖീമിന്റെ മഅന പറയുന്നു ലാ വിജാജ ഫീഹി വലാ ഉദൂല അനിൽ ഹഖ്, ഹക്കിനെ തൊട്ട് തെറ്റലോ വളവോ തിരിവുകളോ ഒന്നുമില്ലാതാണ് ഇതിന്റെ അർത്ഥം, മുസ്തഖീമിന്റെ വാക്കിന്റെ അർത്ഥം. ഖാലൻ നക്കാശ് പറയുന്നു ലം യുഖ്സിമില്ലാഹു തആല ലി അഹദിൻ മിൻ അംബിയാഇഹി, അംബിയാക്കളിൽപ്പെട്ട ഒരാൾക്കും അല്ലാഹു തആല സത്യം ചെയ്തിട്ടില്ല ബിദ്ദിസാലത്ത് കൊണ്ട്, ബി കിതാബിഹി ഇല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ലാതെ. അത് മുമ്പ് പറഞ്ഞത് തന്നെ. മൂസാ നബി മുർസലാണ് എന്ന് സത്യം ചെയ്ത് പറഞ്ഞിട്ടില്ല. വഫീഹി, അപ്പൊ അതിലുണ്ട് മിൻ തഅലീമിഹി വ തംജീദിഹി, തങ്ങളെ ബഹുമാനിക്കലും തഅലീമാക്കലുമുണ്ട്. അലാ തഹ്വീലി മൻ ഖാല യാ സയ്യിദ ഇന്നഹു യാ സയ്യിദു എന്ന് വിളിച്ച പ്രകാരം അല്ലാഹു തആല തങ്ങളെ വിളിക്കുന്ന സയ്യിദാണ്. കണ്ടോ? അപ്പം ഉണ്ട് ഫീഹിന്റെ മാ ഫീഹി, ഫീഹി മാ ഫീഹി.
وقال تعالى أنا سيد وقال صلى الله عليه وسلم أنا سيد ولد آدم ആദം അലൈഹിസ്സലാമിൻ്റെ സന്താനങ്ങളുടെ എല്ലാവരുടെയും സയ്യിദാണ് ഞാൻ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വലാ ഫഖ്റ വൽ ഹദീഥു ഫീ മുസ്ലിം. അപ്പോൾ സയ്യിദിനെ പറയാൻ പാടില്ല എന്നൊരു കൂട്ടർ പറഞ്ഞാൽ അവരോട് ജീവിക്കാൻ പാടില്ല എന്ന് നമ്മളും പറഞ്ഞു. സമനായിട്ട് ജീവിക്കണ്ട അല്ലേ? ഇനി മൂന്നാമത്തെ കസം നടക്കുന്നു. കസമെങ്കിൽ രണ്ടണോ? وقال تعالى لا أقسم بهذا البلد وأنت حل بهذا البلد. ലാ ഉഖ്സിമു എന്നുള്ളത് ലാ തൗക്കീദിന് വേണ്ടി സായിദിയാണെന്ന് പറയുന്നത്. ആ നഫിയല്ല, നഫിക്കർത്ഥം വേറെ സ്ഥലത്ത് വരും. ലാക്ക് എന്തുണ്ട്? തൗക്കീദിന് വേണ്ടി സായിദിയാണ്. അതിന് മുലാലിക്കാരി തങ്ങൾ പറഞ്ഞു അത് അറബികളെ ശൈലിയാണ്. ഞാൻ അതിനപ്പുറം ഒന്നും പറയുന്നില്ല. അല്ല എന്ന് പറഞ്ഞാൽ എന്തോ പറയാൻ ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. ഇല്ലാന്ന് പറഞ്ഞിട്ടല്ലേ പോകുന്നത്. ഓൻ്റെ കുരുത്തക്കട എന്താണെന്നറിയാം. അത് പറയേ വേണ്ട. അത് ആ ശൈലിയിലാണ്. അതിൻ്റെ സായിദ എന്ന് പറഞ്ഞാൽ തൗക്കീദിന് വേണ്ടി സായിദ. ഹാദൽ ബലദേത മക്ക ഷരീഫ്. അപ്പൊ ഉഖ്സിമു ബിഹാദൽ ബലദീനായി അർത്ഥം ഈ നാടിനെ കൊണ്ട് സത്യം ചെയ്യുന്നു. എന്തുകൊണ്ട്? ആ നാടിനെ നാടായിട്ടല്ല കാണുന്നത്. വഅൻത ഹില്ലുൻ ബിഹാദൽ ബലദി. തങ്ങൾ ഈ നാട്ടിൽ ഇറങ്ങുന്നവരായ സ്ഥിതിയിൽ അവർ തങ്ങൾ ഇറങ്ങിയതുകൊണ്ട് എന്താക്കി ആ നാട്ടിന് മഹത്വം വന്നു. മനസ്സിലായില്ല? അപ്പൊ ഹില്ലുൻ എന്ന് പറയുമ്പോൾ എപ്പോഴാണ്? ഒന്നെങ്കിൽ തങ്ങൾ ഹിജറ പോകുന്നതിന് മുമ്പുള്ള അവസ്ഥയ്ക്ക് തങ്ങൾ അവിടെ തന്നെ ഉണ്ടല്ലോ. അല്ലെങ്കിലോ പോയിട്ട് മക്കം ഫത്തഹിന് വേണ്ടി വന്നിട്ടുണ്ടല്ലോ. അങ്ങനെയും ആവാം. ഖീല ലാ ഉഖ്സിമു ബിഹി. അപ്പൊ ഇതിന്റെ മഫ്ഹൂമാണ് ഇപ്പോൾ എടുക്കുന്നത്. വഅൻത ഹില്ലും ബിഹാദൽ ബലദി എന്നുള്ളത് വഅബ് ഹാലിയാവും. ഹാലാകുമ്പോഴാണ് ഉഖ്സിമു. അപ്പൊ ഹാല് പോയി കഴിഞ്ഞാൽ സത്യം ചെയ്തില്ല എന്ന് വരും. ആ കൈതം എടുത്ത് കളഞ്ഞാൽ പിന്നെ സത്യം ചെയ്തില്ലല്ലോ. അതിന് മഫ്ഹൂമല്ല അങ്ങനെ വരും. ലാ ഉഖ്സിമു ബിഹി ഇദാ ലം തകുൻ ഫീഹി. തങ്ങൾ അവിടെ ഇല്ലെങ്കിൽ സത്യം ചെയ്തില്ല. ബലദിനെ സത്യം ചെയ്യാനുള്ള കൈതാണ്. സത്യം ചെയ്യണമെങ്കിൽ തങ്ങളവിടെ വേണോ? തങ്ങൾ അതിന് പുറത്തു പോയതിനു ശേഷം ഇനി വക്കീല. അപ്പൊ ഇവിടെ എന്താക്കി? ലാ സായിദിയാക്കി വെക്കണ്ടോ പോയത്. തങ്ങളില്ലെങ്കിൽ സത്യം ചെയ്യൂല. ഉഖ്സിമു ബിഹാദൽ ബലദിന്റെ മഫ്ഹൂം എടുത്തു. ഉഖ്സിമു ബിഹാദൽ ബലദി വഅൻത ഹില്ലും ബിഹാദൽ ബലദിന്റെ മഫ്ഹൂം എന്താ? തങ്ങൾ അവിടെ ഇല്ലെങ്കിൽ സത്യം ചെയ്യൂല. അപ്പൊ ലാന്റെ നഫീല വേല വന്നു ഇല്ല. വക്കീല ലാ. ലാ എന്നുള്ളത് സായിദാണ്. ഐ യുഖ്സിമു ബിഹി. അപ്പൊ ഒന്ന് മഫ്ഹൂം ഒന്ന് മന്ദൂഖ്. വഅൻത ബിഹി. ആ നാട്ടിൽ തങ്ങളുണ്ട്. ആ അവസരത്തിൽ യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലാലുൻ ഔ ഹില്ലുൻ ലക മാ ഫഅൽത ഫീഹി. അല തഫ്സീർ. രണ്ട് തഫ്സീർ ഏതാണ്? ഈ മക്കം ഫത്തഹിന്റെ അന്ന് ചെറിയൊരു യുദ്ധം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് തൽക്കാലം അനുവദിച്ചെന്നല്ല പറയുന്നത്. മറ്റേത് തങ്ങൾ അവിടെ താമസിക്കുന്ന ആളായി എന്തോ തിരിയാത്ത വന്നിട്ടുണ്ട്. ഇനി വൽ മുറാദു ബിൽ ബലദി ഇൻദ ഹഉലായി. ഈ എല്ലാ അഭിപ്രായത്തിന്റെ അർത്ഥത്തിൽ മക്കയാണ് നാട്. അൽ ബലദ്. വഖാലൽ വാസത്തിയു ഐ നഹലിഫു ലക ബിഹാദൽ ബലദി. അർത്ഥം ഒന്ന് തന്നെ. അല്ലദി എങ്ങനത്തെ ബലദാണ്? ശറഫ്തഹു ബിമകാനിക ഫീഹി. തങ്ങൾ അവിടെ ഹയ്യായി നിൽക്കുന്ന കാലത്തോളം ആ നാട്ടിന് ഷറഫ് കിട്ടി. വഫാത്തായിക്കൊണ്ടെന്താക്കി ബറക്കത്ത് കിട്ടി. ഞാനിൽ മദീനക്ക് കിട്ടി. ഇനി വൽ അവ്വലു അസഹു. ആദ്യത്തേതാണ് അസഹ്. കാരണം ലിഅന്ന സൂറത്ത് മക്കിയ സൂറത്ത് ബിഹാദൽ ബലദി എന്ന് പറയുന്നത് മക്കത്തിറങ്ങിയതല്ലോ. മക്കിയായി ഹിജ്റക്ക് മുമ്പാണ്. വമാ ബഅദഹു യുസഹിഹു. ഇനി അതിന് ശേഷമുള്ള ഒന്നുണ്ടല്ലോ, അതിനെ എന്താക്കി സഹിയാക്കുന്നുണ്ട്. ഖൗലുഹു ഹില്ലും ബിഹാദൽ ബലദി.
എന്ന കൗല് അതിന് ശേഷമുള്ളതിനെ സഹിയാക്കുന്നുണ്ട്. ഇതിന് ശേഷമുള്ള ഏതാ? മദീന. മദീനയ്ക്ക് ഷറഫ് കിട്ടുന്ന തങ്ങൾക്കുണ്ട്. വനഹബുഹു ഇതിന് തുല്യം തന്നെയാണ് ഖൗലു ഇബ്നു അത്താഇൻ ഫീ തഫ്സീരി ഖൗലിഹി തആല, അല്ലാഹുവിന്റെ ഖൗലിന്റെ തഫ്സീരിൽ വഹാദൽ ബലദിൽ അമീൻ എന്നതിനെ പറഞ്ഞില്ലേ, ഈ അമീനായ ബലദ് എന്നതുകൂടി. അമീനായ ബലദ് ഏതാ? ഖാല അമ്മനഹ അല്ലാഹു തആല, അല്ലാഹു തആല അതിന് അമ്ന് കൊടുത്തിട്ടുണ്ട്. ബി മുഖാമിഹി ഫീഹാ, ആ നാട്ടിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിക്കുന്നത് കൊണ്ടും വഖൗലിഹി ബിഹാ, ആ നാട്ടിൽ അത് മക്ക, അതിൽ തങ്ങൾ ആവലുകൊണ്ടും. എന്തുകൊണ്ട്? ഫഇന്ന കൗനഹു, തങ്ങളുടെ കൗന് തന്നെ, ഉണ്ടാവൽ എന്നത് തന്നെ അമാനുൻ ഹൈസു കാന, അതെവിടെയായാലും അമാനാണ്. അമാനല്ലി അഹ്ലിൽ അർദ് മുദ്ഹല്ല ബൈനഹും എന്നല്ലേ മിത്രിലി ബിഹി യദ്ഫഉല്ലാഹുൽ അദാബ വയദ്റഊൻ. ഇനി സുമ്മകാല, അതേ സൂറത്തിൽ തന്നെ ഖാല തആല വവാലിദിൻ വമാ വലദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വാലിദുമുണ്ട്, ഒരു വലതുമുണ്ട്. എന്താണ്? മങ്കാല അറാദ ആദം, ഇത് വാലിദുൻ എന്ന് പറഞ്ഞത് ആദം അലൈഹിസ്സലാമാണ് എന്ന് പറഞ്ഞത്. ഫഹുവ ആമുൻ അല്ല, വമങ്കാല ഹുവ ഇബ്രാഹീമു, ഇബ്രാഹിമാണെന്ന് പറഞ്ഞവരുണ്ട്, അത് ഒരു നിലക്ക് വാലിദാണല്ലോ. വമാ വലദ കണ്ടാ, ഫഹിയ ഇൻഷാ അല്ലാഹു തആല ഇശാറത്തുൻ ഇലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾക്ക് ഇശാറത്താണ്. ഫതതളമ്മനു സൂറത്തു അൽ ഖസമ ബിഹി ഫീ മൗദിഐനി, രണ്ട് സ്ഥലത്തും തങ്ങളെ കൊണ്ടുള്ള കസമിനെ ഈ സൂറത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി കസമ മാറുന്നു. വഖാല തആല, ഇതിന്റെ അനുബന്ധമല്ലേ, ഓരോന്നും മാറുന്ന. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹാദിഹിൽ ഹുറൂഫു അലിഫ് ലാം മീം എന്ന് പറഞ്ഞ 3 ഹർഫുകളുടെ ഇത് എഴുത്തിൽ ഉച്ചാരണത്തില് 9 ഉണ്ട്. അലിഫ് 3, ലാം മീം 9. അഖ്സാമുൻ അഖ്സമല്ലാഹു തആല ബിഹാ, അല്ലാഹു തആല ഖസമ ചെയ്യാൻ ഉപയോഗിച്ച ഖസമുകളാണ്. ഇനി വഅൻഹു ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ട് തന്നും വഅൻ ഗൈരിഹി മറ്റുള്ളവരെ തൊട്ടുമുണ്ട്. ഫീഹ ഈ അലിഫ് ലാം മീമിൽ ഗൈറു ദാലിക, ഇപ്പറഞ്ഞത് കൂടാതെ വേറെ അർത്ഥങ്ങളുമുണ്ട്. അത് ആ വേറെ അർത്ഥ പറയുന്നു. വഖാല സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ അലിഫു എന്ന് പറയുന്നത് ഹുവല്ലാഹു തആല, വല്ലാമു എന്നുള്ളത് ജിബ്രീൽ അലൈഹിസ്സലാം, വൽ മീമു എന്നുള്ളത് സയ്യിദുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വഹകാ ഹാദൽ ഖൗല, ഈ ഖൗലിനെ ഉദ്ധരിച്ചു സമർഖന്ദി ഇമാം. പക്ഷേ സഹൽ തങ്ങളെ ഖൗലാണെന്ന് മൂപ്പർ പറഞ്ഞിട്ടില്ല. വലം യൻസുബുഹു ഇലാ സഹലി, സഹൽ തങ്ങളെ ഖൗലാണെന്ന് പറയാതെ കണ്ട് സമർഖന്ദ് ഉദ്ധരിച്ചു. എന്നിട്ടോ വജഅല മഅനാഹു അല്ലാഹു തആല അൻസല ജിബ്രീല അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹാദൽ ഖുർആനി ലാ റൈബ ഫീഹി എന്നാണ്. അന്നേരം തുടക്കാക്ഷരമാണ് ഉദ്ദേശിച്ചതെങ്കിൽ ജിബ്രീലിനടക്കൂല. മീമിന് തങ്ങളുടെ പേരിന്റെ അവലക്ഷരമാണെന്ന് പറഞ്ഞാൽ ഒക്കും. ഇനി വഅലൽ വജ്ഹിൽ അവ്വൽ, നമുക്ക് ആദ്യത്തെ വജ്ഹിൽ എടുക്കുക. ഏത് അഖ്സാമാണെന്നല്ലേ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞത്. യഹ്തമിലുൽ ഖസമ, ഖസമിനെ അത് വഹിക്കുന്നുണ്ട്. അന്ന ഹാദൽ കിതാബ ഹഖ്ഖുൻ ലാ റൈബ ഫീ എന്നതാണ് ഖസമിന്റെ ജവാബ്. ഈ കിതാബ് ഹക്കാണ്, ലാ റൈബ, അതിന് സത്യം എന്താ? അലിഫ് ലാം മീം. സുമ്മ ഫീഹി, ഇനി അതിലുണ്ട് മിൻ ഫളീലത്തി ഖിറാൻ ഇസ്മിഹി ബിസ്മിഹി, അല്ലാഹു തആലാന്റെ പേരിനോടൊപ്പം തങ്ങളെ പേര് ചേർത്തു. ഖറന ഇസ്മഹു ബിസ്മിഹി തഅലീമൽ തംബീഹൻ അലാ ഉലുവി മഖാമിഹി അനഹു മാ തഖദ്ദമ. ഇനി അതടുത്തിരുന്നു ഓരോ കസമിലേക്ക് കടക്കുന്നു. വഖാല ഇബ്നു അത്തായിൻ റളിയല്ലാഹു അൻഹു ഫീ ഖൗലിഹി തആല ഖാഫ് വൽ ഖുർആനിൽ മജീദ്
അക്സമ ബിഖുവ്വത്തി ഖൽബിഹി. അപ്പോൾ ഖാഫ് എന്ന് പറഞ്ഞാൽ ഖുവ്വത്തുൽ ഖൽബ് എന്നാണ് ഖാഫ് സൂചിപ്പിക്കുന്നത്. ആരെ ഖൽബ്? ഹബീബിഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൽബിന്റെ ഖുവ്വത്ത്. ഹൈതു ഹമലൽ ഖിതാബ വൽ മുശാഹദ. ഇത് മിറാജിന്റെ രാത്രിയിൽ ഖിതാബും വഹിച്ചിട്ടുണ്ട്, മുശാഹദയും വഹിച്ചിട്ടുണ്ട്. ഖിതാബ് മൂസാ അലൈഹിസ്സലാം ഭൂമിയിൽ നിന്ന് വഹിച്ചു, പക്ഷെ റൂയത്ത് വഹിക്കാനായിട്ടില്ല എന്നും പറഞ്ഞു. രണ്ടിനെയും വഹിച്ചു കണ്ടോ. എന്നിട്ടോ വലം യുഅസ്സിർ ഫീഹി ദാലിക, അതെല്ലാം വഹിച്ചിട്ടും തങ്ങൾക്ക് എന്തില്ല, ഒരസുഖം ചെയ്യിപ്പിച്ചില്ല. വെച്ചാൽ ഈ മുശാഹദയോ ഖിതാബോ ഉണ്ടാകുമ്പോൾ മനുഷ്യന്റെ പ്രകൃതി കൊണ്ട് മാറിപ്പോകും. ചിലപ്പോൾ മജ്നൂനായിട്ട് മാറും. ഇതാണ് ഔലിയാക്കന്മാരെ പിരാന്ത് എന്ന് വിളിക്കുന്നതിന്റെ കണ്ടി. ജറുബ് എന്ന് പറയുന്നത് പിരാന്ത് നടത്തിയില്ല, പക്ഷെ മറ്റുള്ള ആളടക്കൽ അവർക്ക് പിരാന്തൊന്നുമില്ല. ഖാലിസ്ഥാൻ രാജിവെച്ചത് പിരാന്ത് തന്നെയല്ലേ. ആരെങ്കിലും രാജിവെക്കൽ കിട്ടാൻ കൊതിച്ചിട്ട് മത്സരിക്കല്ലേ വേണ്ടി. പക്ഷെ തങ്ങളിൽ നിന്നില്ല ആ ബശരീയത്തിന്റെ അത് ഒരു കോട്ടം പറ്റാത്ത രീതിയിൽ ഇതൊക്കെ വഹിക്കുന്നു. അപ്പൊ എത്ര പവറോണെന്ന് മല പോലും പൊതില്ലേ. അതെന്തുകൊണ്ടാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഉന്നതമായ ഹാലാണത്. വഖീല, ഒരു കീലുണ്ട്, ഹുവ ഇസ്മുൽ ലിൽ ഖുർആനിന്റെ പേരാണ് എന്നത്. അലിഫ് ലാം മീം. വഖീല ഖാഫ്. പിന്നെ ഹുവ ഇസ്മുൽ ലില്ലാഹി തആല, അല്ലാഹുവിന്റെ ഇസ്മാണ് എന്നൊരർത്ഥമുണ്ട്. വഖാന ഇസ്മു ജബലി മുഹീത്തിൻ ബിൽ അർദി, ഭൂമിയൊട്ടാകെ വലയം ചെയ്ത ഒരു ജബലിന്റെ പേരാണ് എന്നും അർത്ഥമുണ്ട്. വഖീല ഗൈറു ദാലിക, അങ്ങനെ ധാരാളം പറയാനുണ്ട്. വഖാല ജഅഫർ ഇബ്നു മുഹമ്മദിൻ സാദിഖ് റളിയല്ലാഹു അൻഹു. സാദിഖ് എന്തിന്റെ സിഫത്താ? ജഅഫറിന്റെ സിഫത്ത്. നൂബർ പറഞ്ഞിട്ടില്ലേ അബ്ദുൽ ഹക്കീം അനീസ്. ഈ വസ്ഫ് വന്നാൽ ആദ്യത്തെ റാബിക്ക കൊടുക്കേണ്ടത് ഉണ്ട്. ഫീ തഫ്സീരി വന്നജ്മി ഇദാ ഹവ. അപ്പോൾ ഓരോ സത്യത്തിലേക്ക് അടക്കുന്നത്. വന്നജ്മി ഇദാ ഹവ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നഹു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് വന്നജ്മി. വഖാല അന്നജ്മു ഖൽബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇദാ ഹവ എന്ന് പറഞ്ഞാലോ, ഇദാ ഹവ ഇൻശറഹ മിനൻ നൂർ, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള നൂറിനാലെന്തായി? ഇൻശറഹ. നൂർ ഇറങ്ങുമ്പോൾ ഇൻശറഹ. വഖാല ഇൻഖതഅ അൻ ഗൈരില്ലാഹി തആല, അല്ലാഹു തആല അല്ലാത്ത ഗൈറിനെ തൊട്ട കൽബ് അത് മുൻകത്തിയായിട്ടുണ്ട്, ഒന്നിലേക്കും തഅല്ലുഖില്ല. വഖാല ഇബ്നു അത്താഇല്ലാഹി റളിയല്ലാഹു അൻഹു ഫീ ഖൗലിഹി തആല വൽ ഫജ്ർ. ഇത് മറ്റൊരു കസം. ഫജ്റിനെ തന്നെയാണ് സത്യം. ഏതാ ഫജ്ർ? അൽ ഫജ്റു സയ്യിദുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഫജ്ർ. എന്തുകൊണ്ട്? അതിന്റെ മുനാസബത്ത് വേണ്ടേ? ലിഅന്ന മിൻഹു തഫജ്ജറൽ ഈമാൻ, ഈമാൻ എല്ലാം പൊട്ടി വലിച്ചത് തങ്ങളിൽ. ഇൻശഖത്തിൽ ഇസ്റാറുൽ കാമിനത്തു ഫീ ദാതിഹിൽ അലിയ്യതി ദുഹൂറ വൻഫലഖത്തിൽ അൻവാറു മുൻദവിയത്തു ഫീ സമാഇ സിഫാതിഹി സനിയതി ബുദൂറ. അപ്പൊ ദാത്തിലേക്ക് നോക്കി എന്താക്കി? അസ്റാർ എന്ന് പറഞ്ഞു. സിഫാത്തിലേക്ക് നോക്കിയിട്ട് അൻവാർ എന്നും പറഞ്ഞു. അപ്പൊ അസ്റാറും അൻവാറും എല്ലാം തങ്ങളെ കൽബിൽ കൂടി ഇങ്ങോട്ട് വരണം. അത് തീർന്നു. ഇനെന്താണ്? അൽ ഫസ്ലുൽ ഖാമിസു ഫീ ഖസമിഹി തആല ജദ്ദുഹു. ഇത് ഉപ്പന്നല്ലേ? തആല ജദ്ദുഹു, തആലാന്റെ ഫായിലാണ് ഇത്. ജദ്ദുഹു ഉപ്പ വലിയാളെന്നല്ല. അഭിമാനൽ അളമത്തി ലഹു ലിയുഹഖിഖ മകാനതഹു ഇൻദഹു. അല്ലാഹുവിന്റെ അടുക്കൽ തങ്ങളുടെ മക്കാനത്ത് വലുതായി കാണിക്കാൻ വേണ്ടിയിട്ട്. ഖാല ജല്ല ഇസ്മുഹു പറയുന്നു വദ്ദുഹാ വല്ലൈലി ഇദാ സജാ. വദ്ദുഹാ അപ്പാ പിന്നെ ഏതാണ്? അസ്സൂറ. സൂറത്ത് തീരോളം വ്യാഖ്യാനിക്കുന്നുണ്ട്. ഉഖ്തുലിഫ ഫീ സബബി നുസൂലി ഹാദിഹി സൂറ. ഈ സൂറത്ത് ഇറങ്ങിയതിന്റെ സബബിൽ ഇഖ്തിലാഫുണ്ട്. ഫഖീല കാന തർക്കുൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമൽ ലൈലി ലിഉദ്രിൻ നസല ബിഹി. തങ്ങൾക്കെന്തോ ക്ഷീണമുള്ള ഒരു ഉദറുണ്ടായതുകൊണ്ട് ഖിയാമുൽ ലൈലി ഒഴിവാക്കി.
അല്ലേ? അപ്പോഴൊക്കെ തകല്ലമത്ത് ഇമ്രഅത്തുൻ ഫീ ദാലിക, ഒരു പമ്പറന്നോളന്താക്കി തങ്ങളെ പറ്റി അതിപ്പോ ഈ ആക്ഷേപായിട്ട് പറഞ്ഞ്. അയാൾ നമ്മൾ പണ്ട് ദഹലാൻ ഓതിയിട്ടുണ്ട്. അബൂലഹബിന്റെ ഉമ്മ ജമീലാണ്ട് ഉമ്മ കബീഹ് എന്നാ വിളിക്കുന്നുണ്ട്. ജമീലിന് ശരിയായിട്ടില്ല എന്ന് മുസന്നിഫ് തിരുത്തിയില്ലേ? ആ, അബൂ സുഫിയാന്റെ വന്നോ ബദർ യുദ്ധത്തിന് അബൂ സുഫിയാനില്ലേ, ഉഹദിലുണ്ട്. അബൂ സുഫിയാന്റെ പങ്കാന്ന് ഈ പെണ്ണ്. എന്താ കലാമ്? ബി കലാമി, ആ കലാം എന്താണ്? അതാ മുഹമ്മദിൽ വരുന്ന അള്ളാഹു വസല്ലം. ഇപ്പൊ പണ്ട് അതെല്ലാം പോയിട്ടുണ്ട്, ഇപ്പൊ ഒന്നുമില്ല. വക്കീല ബൽ തകല്ലമ ബിഹിൽ മുശ്രിക്കൂന, മുശ്രിക്കീങ്ങളാണ് പറഞ്ഞതുകൊണ്ട്. അത് രണ്ടും ഒന്നിച്ചു വരുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞല്ലോ. എപ്പോൾ ഇന്ത ഫത്രത്തിൽ വഹയ്യ ഫത്രത്ത് വന്നല്ലോ, 3 കൊല്ലം മറ്റും. ഫനസലത്തി സൂറ, അപ്പോഴാണ് സൂറത്ത് ഇറങ്ങിയത്. എന്നിട്ടാണല്ലോ തങ്ങൾ സന്തോഷാധിക്യത്താൽ തക്ബീർ ചൊല്ലി നമ്മ ഓതിയത്. قال القاضي أبو الفضل, ആരാണ് നമ്മളെ മുസന്നിഫ്, തളമ്മനത്ത് ഹാദിഹി സൂറത്തു മിൻ കറാമത്തില്ലാഹി തആല ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ അല്ലാഹു തആല ആദരിച്ച പല കാര്യങ്ങളും വതൻബീഹിഹി ബിഹി വതഅലീമിഹി ഇയ്യാഹു സിത്തത വുജൂഹിൻ, 6 വജഹ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞു. തളമ്മനത്തിന്റെ മഫ്ഊൽ ഏത്? സിത്തത വുജൂഹിൻ. അൽ അവ്വലു, ഒന്നാമത്തേത് അൽ ഖസമു ലഹു, ഖസമാണ്. വല്ലുഹ, ബാബ് ഖസമ്. പിന്നെ അമ്മ അഖ്ബറഹു ബിഹി മിൻ ഹാലിഹി, തങ്ങളെ ഹാലിനാൽ അടുത്ത് ഇഖ്ബാർ ചെയ്യാൻ പോകുന്നുണ്ട്. വവജദക എന്ന് പറഞ്ഞിട്ട് ബിഖൗലിഹി വല്ലുഹ വല്ലൈലി ഇദാ സജാ. അപ്പോൾ വല്ലുഹ എന്ന് പറയുമ്പോൾ അവിടെ തഖ്ദീറുണ്ട്, വറബ്ബിൽ ളുഹ എന്നാണ്. വഹാദാ മിൻ അഅ്ളമി ദറജാത്തിൽ മബറ, അപ്പോൾ ഖസമ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ അഅ്ളമുൽ ദറജാത്താണ്. അസ്സാനി, രണ്ടാമത്തേത് ബയാനു മകാനതിഹി ഇൻദഹു, അല്ലാഹുവിൻ്റെ അടുക്കൽ തങ്ങൾക്കുള്ള ഉന്നതമായ പദവിയെ വ്യാഖ്യാനിക്കലാണ്. വഹുദുവതിഹി ലദൈഹി, തങ്ങളുടെ സ്ഥാനമാനങ്ങൾ. ബിഖൗലിഹി മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, തങ്ങളെ കൈയിടിച്ചിട്ടുമില്ല, തങ്ങളോട് വെറുപ്പുണ്ടായിട്ടുമില്ല, ഒന്നുമില്ല. ഐ മാ തറകക, തങ്ങളെ ഒഴിവാക്കിയിട്ടില്ല. എന്തിൻ്റെ മാന? മാ വദ്ദഅക വമാ ഖലാ വമാ അബ്ഗളക. വഖീല മാ അഹ്മലക ബഅദ അൻ ഇസ്തഫാക, തങ്ങളെ ഇസ്തിഫാ ചെയ്ത് തിരഞ്ഞെടുത്തതിന് ശേഷം ഇനി വേണ്ടാന്ന് വെച്ചിട്ടില്ല. റിസാലത്തിൻ്റെ ഒഴിവാക്കലില്ല. റിസാലത്തും പിൻവലിക്കൂലല്ലോ, അത് വിലായത്തിൻ്റെ ഉളുമയും പിൻവലിക്കാറില്ല. അസ്സാലിസു, മൂന്നാമത്തേത് ഖൗലുഹു തആല വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. അവിടെ 2 സ്ഥലത്ത് പഴു വായിക്കലുണ്ട്, അറിയാ ജാവദ്? വലൽ ആഖിറതു മിനൽ ഊലാ, അതെന്താ അങ്ങനെയൊന്ന്? ലാമിൻ്റെ മുമ്പിൽ ഹംസ ഇൽഹാറാക്കല്ലേ വേണ്ടി. ഇനി എന്താ പറയുക? ഖാല ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഐ മആലുക ഫീ മർദിഇക, മആലുക. മറ്റേ റിവായത്ത് കൊടുത്തിട്ട് മാലക്ക, മാലക്കാളൊക്കൂല. മആലുക എന്താണ്? ആഖിറത്ത് എന്നല്ല പറയുന്നത്, തങ്ങളുടെ മടക്കസ്ഥലം. ഫീ മർജിഇക ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കലേക്ക് റുജൂഇന്റെ അവസരത്തിൽ അഅ്ലമു, അഅ്ലമാണ്. എന്തിനേക്കാൾ? മിമ്മ അഅതാക മിൻ കറാമത്തി ദുനിയ, ദുനിയാവിൽ ഒരുപാട് ആദരവുകൾ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അതിനേക്കാൾ എത്രയോ 10 മടങ്ങ് ഇവിടെ ഉണ്ട്, ആഖിറത്തിലുണ്ട്. വഖാല സഹലുൻ റളിയല്ലാഹു അൻഹു പറയുന്നു, മാ ദഖർതു ലക മിനശ് ശഫാഅത്തി വൽ മഖാമിൽ മഹ്മൂദ് വലൽ ആഖിറതു, ആഖിറത്തിൽ പ്രകടമാക്കേണ്ടുന്ന പ്രത്യേക പദവി എന്തുണ്ട്? ഒന്ന് ശഫാഅത്തുൽ ഉളുമയുണ്ട്, മഖാമും മഹ്മൂദും, രണ്ടും ഒന്ന് തന്നെയാണ്. ഖൈറുൽ ലക മിമ്മ അതൈതുക ഫി ദുനിയ, ദുനിയാവിൽ ഒരുപാട് നൽകിയിട്ടുണ്ടല്ലോ, അതിനേക്കാൾ നല്ല ഖൈറാണ് ഇത് പരലോകത്തിലുള്ള ശഫാഅത്തുൻ മഖാമും മഹ്മൂദും. الرابع, നാലാമത്തെ വജ്ഹ് ഖൗലുഹു തആല വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ.
പിറകെ അല്ലാഹു തആല നൽകും, തങ്ങൾ റബ്ബ് തങ്ങൾക്ക് നൽകും. അപ്പോഴെന്താക്കും? തങ്ങൾ പൊരുത്തപ്പെടും, തൃപ്തിപ്പെടും. അപ്പൊ തൃപ്തിപ്പെടാൻ മാത്രമുള്ളത് തരുമെന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് തൃപ്തിപ്പെടലാണ് എന്താണ് കൊടുത്തിയോട് ഉദ്ദേശിക്കുന്നത്. കിട്ടിയ തൃപ്തിപ്പെട്ടോ എന്ന് വെച്ചാൽ വഹാദിഹി ആയത്തുൻ ജാമിഅത്തുൽ വുജൂഹിൽ കറാമ, കറാമത്തിന്റെ പല വജഹുകളെയും ഒരുമിച്ച് കൂട്ടിയ ഒരു ആയത്താണ്. അൻബാഉ സഅദത്തുമുണ്ട്, ശതാത്തിൽ ഇൻആമി ഫിദ്ദാറൈൻ, അതുപോലെ ഇരു വീട്ടിലുമുള്ള ഇൻആമ് ചിന്നിച്ചെറിയ എല്ലാ ശതാത്തുണ്ടല്ലോ അതും വസിയാദ. ഖാല ഇബ്നു ഇസ്ഹാഖ റളിയല്ലാഹു അൻഹു പറഞ്ഞു യുറളിഹി ബിൽ ഫുൽജി ഫിദ്ദുനിയ. ഫുൽജ് എന്ന് പറഞ്ഞാൽ ബിളമ്മിൽ ഫാഇ വസുകൂനിൽ ലാമി ഫുൽ അൽ ഫൗസു, എല്ലാത്തിനും വിജയം. വസ്സവാബി ഫിൽ ആഖിറത്തിൽ സവാബ് കൊടുക്കുന്നത്. അപ്പൊ ദുനിയാവിലായാലും കൊടുക്കും, പിന്നെ ആഖിറത്തിലായാലും കൊടുക്കുന്നല്ല. അപ്പൊ സൗഫൻ തഹ്കീദിന്റെ സൗഫിയാണ്. ഒരു സമാനിലെ പിന്തിക്കൽ എന്നൊരർത്ഥം ഉണ്ടല്ലോ, അതല്ല. വഖീല യുഅതീഹിൽ ഹൗള വശഫാഅത്തിനെ കൊടുക്കും, അപ്പോഴാണ് തങ്ങൾക്ക് തൃപ്തി ഉണ്ടാവുക എന്ന് ഒരർത്ഥം. വറുവിയ അൻ ബഅദി ആലി നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ കുടുംബത്തിൽപ്പെട്ട ഒരു മഹാനെ തൊട്ട് റിവായത്തുണ്ട്. ആരാന്ന്? നമ്മളെ മഹാനായ അബൂ ജാഫർ മുഹമ്മദുൽ ബാഖിർ. ജാഫർ സാദിഖിന്റെ ബാപ്പയല്ലേ മുഹമ്മദുൽ ബാഖിർ. ഓറ ബാപ്പയാണ് അലിയും സൈനുൽ ആബിദീൻ. ഓറ ബാപ്പയാണ് അലി ഹുസൈൻ. അവരുടെ ബാപ്പയാണ് അലി റളിയല്ലാഹു അൻഹു. അല്ലേ? അവിടെ അബൂ ജാഫർ മുഹമ്മദുൽ ജാഫർ സാദിഖിന്റെ ഉപ്പയല്ലേ ബാഖിർ. എവിടെ ഇതിൽ പറഞ്ഞതല്ല. വഹുവ അബൂ ജാഫർ മുഹമ്മദുൽ ബാഖിർ ഇബ്നു അലി ഇബ്നുൽ ഹുസൈൻ കമാ ഫിൽ വസീയത്തിൽ വാഹിദീൻ. ഇതങ്ങനെ ആയാലും മാനാക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നക്കല് പറഞ്ഞതില്ലേ, അപ്പൊ എന്താ ഇപ്പാപ്പിയായിരിക്കണം? അന്നഹു ഖാല ലൈസ ആയത്തൻ ഫിൽ ഖുർആനി അർജാ മിൻഹാ, ഈ ആയത്തിനെ കാണാൻ ഏറ്റവും റജാ ഉണ്ടാക്കുന്ന ആയത്ത് ഖുർആനിൽ വേറെ ഇല്ല. വേറെ ഉണ്ടെന്ന് ചില റിപ്പോർട്ട് ചെയ്തു. എന്ന് ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് എന്ന് കാണുന്നു. വലാ യറല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊരുത്തപ്പെടൂലല്ലോ. അതിന്റെ അനുബന്ധാന്നെ അയ്യദുഖല, അതായത് റജാ ഉണ്ടാക്കുന്ന കാര്യം എന്താണ്? അയ്യദുഖല അഹദും മിൻ ഉമ്മത്തിഹിൻ നാർ, തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാളും നരകത്തിൽ കിടക്കുന്നു തങ്ങൾക്ക് തൃപ്തിയാവൂല. അതുകൊണ്ട് നമുക്ക് വലിയ റജാ ഉണ്ട്. ഇനി അൽ ഖാമിസു, അഞ്ചാമത്തെ വജ്ഹ് മാ അദ്ദഹു അല്ലാഹു തആല അലൈഹി മിൻ നിഅമിഹി, അതാ നിഅമത്തിനാൽ, അള്ളാഹുവിൻ്റെ നിഅമത്തിനാൽ എന്താക്കി തങ്ങൾ അള്ളാഹു തആല ഇങ്ങനെ എണ്ണി അതാ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വഖററഹു മിൻ ആലാഇഹി ഖിബലഹു ഫീ ബഖിയത്തി സൂറത്തി, സൂറത്തിന്റെ ബാക്കിയിൽ എന്നിട്ട് അടുത്ത് പറയുന്നുണ്ട് അലം യജിദ്ക യതീമൻ ഫആവ വവജദക ളാല്ലൻ ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ. ഇനി മൂന്നെണ്ണം വരുന്നുണ്ട്. എന്തിനാണ്? ഒന്ന് മിൻ ഹിദായത്തിഹി ഇലാ മാ ഹദാഹു ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിലേക്കാണോ തങ്ങളെ ഹിദായത്തിലാക്കിയത് ആ ഹിദായത്ത്, അല്ലെങ്കിലോ ആ ഹിദായത്തിൻ നാസ് ബിഹി, തങ്ങൾ മുഖേന ജനങ്ങൾക്ക് എല്ലാവർക്കും ഹിദായത്ത് കിട്ടുന്ന രണ്ട് തഫ്സീർ. അത് ഇഖ്തിലാഫി തഫാസീർ. ഇനി അതെന്തിൻ്റെ അർത്ഥം? ളാല്ലൻ ഫഹദാന്റെ മേന. ഇനിയല്ലേ വരേണ്ടത്? വവജദക ആയിലൻ വലാ മാലലഹു, തങ്ങൾക്ക് സമ്പത്തില്ല. അപ്പം മൂപ്പർ ഇഖ്തിസാർ ചെയ്യുമ്പോൾ എന്താക്കിയെന്നറിയോ? ഇങ്ങനെ എണ്ണി പോകുന്നുള്ളൂ. വലാ മാലലഹു ഫഅഗ്നാഹു അല്ലാഹു തആല ബിമാ ആതാഹു, തങ്ങൾ നൽകുന്നത് കൊണ്ട് തങ്ങൾക്ക് ഖൈന ഉണ്ടാക്കി. അപ്പൊ കുറച്ചായാലും തങ്ങൾക്ക് ഖൈന തന്നെ. ഒരു പൊടി ഭക്ഷണം കൊണ്ട് ആയിരക്ക് കൊടുക്കുമെങ്കിൽ തങ്ങൾക്ക് ഒരു പൊടി ലേശം കിട്ടിയാൽ തങ്ങൾക്ക് ഇഫത്തിന് മതിയല്ല. അല്ലെങ്കിൽ ഔ ബിമാ ജഅലഹു ഫീ ഖൽബിഹി മിനൽ ഖനാഅത്തി വൽ ഗിന, ഖിനൻ നഫ്സ്. ഇത് നമ്മൾ ഷമായിൽ മറ്റൊരു ഷമായിലും സലാഹുദ്ദീൻ തങ്ങളെ അതിലോതിയിട്ടുണ്ട്.
ഖനാഅത്ത്. അപ്പൊ ഖനാഅത്ത് വന്നാൽ എന്തായി? ഗിന വന്നു. അതൊക്കെ എൻ്റെ ബുദ്ധികളാ പറയുന്നത്. ഇനി വയതീമൻ എന്തിന്റെ? അലം യജിദ്ക യതീമൻ എന്ന ഫഹദിബ അലൈഹി അമ്മുഹു. അമ്മ് ആരാണ്? അബൂ താലിബ് അവറുകൾ എന്തായി? തങ്ങൾക്ക് എല്ലാ സഹായവും ചെയ്യാൻ അവിടെ എത്തിക്കിടുന്നു. വ ആവാഹു ഇലൈഹി. അപ്പൊ ആവാന്റെ മസ്തൂറായ ലമീരടുത്തേക്കാണ് അല്ലാഹു തആല. ഹു എന്ന് പറഞ്ഞാൽ ആ മൻസൂബായ ലമീരടുത്തേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക്. ഇലൈഹിന്റെ മജ്റൂറായ ലമീരടുത്തേക്ക് അബൂ താലിബിലേക്ക്. എത്ര ലമീറുണ്ട്? ആവാ എന്ന മർഫൂ ആയ മറഞ്ഞു കിടക്കുന്ന ലമീറുണ്ട്, അത് അല്ലാഹുവിലേക്ക്. പിന്നെ ഹൂവിന്റെ ഭാരതായ ലമീർ എന്ന് പറയുന്നത് അത് ലമീർ ഏതാണ്? മൻസൂബാണ്. മജ്റൂറോ? ഇലൈഹി. അവിടെ കൊണ്ട് ഒരു വിശാലമായ അർത്ഥം കൊടുത്തിട്ടുണ്ട്. അല്ലമീറുൽ മർഫൂഉ ഫീ ആവാഹു ആയിദുൻ ഇലല്ലാഹി തആല വല്ലമീറു ഫീ ഇലൈഹി ആയിദുൻ ഇലാ അമ്മിഹി. പിന്നെ ഹൂന പറയണ്ടല്ലോ. ആവാഹുല്ലാഹു തആല ഇലാ അമ്മിഹി വജഅലഹു മിൻ അയാലിഹി വദമ്മഹു ഇലൈഹി. അബൂ താലിബ് അല്ലാഹു നോക്കിയിട്ട് തങ്ങൾക്ക് ആരുമില്ലെങ്കിലും അബൂ താലിബ് 40 കൊല്ലല്ലേ പോറ്റിയത്. ഇനി വഖദ് ഖീല ആവാഹുല്ലാഹു തആല. അല്ലാഹു തആലയാണ് അഭയം നൽകിയത്. ഇന്നേക്കുന്നില്ല, എല്ലാ ഈ ഭാഗം അല്ലാഹു തആല തന്നെ ഏറ്റെടുത്തു. വഖീല യതീമൻ. എന്തിന്റെ? യതീമിന്റെ മേന. യതീമൻ നിസ്തുല്ലൻ എന്നൊരർത്ഥമുണ്ട്. തുല്യതയില്ലാത്ത ഒരാളാക്കി. എന്താണ്? ലാ മിസാല ലക. ഫആവാക എന്നിട്ടോ ഇലൈഹി അല്ലാഹനെ കൊണ്ട് ഇവാഹ് ചെയ്തു. അതാ കാലൽ ജൗഹരി അവർ നീട്ടി പറഞ്ഞിട്ടുണ്ട്. കാലൽ ഇമാമുൽ ജൗഹരി കുല്ലു ഷൈഇൻ മുഫറദിൻ യഇസ്സു നദീറുഹു ഫഹുവ യതീമുൻ. തുല്യതയില്ലാത്ത ഏത് എന്തുണ്ട്? അപൂർവമായ വസ്തുക്കളൊക്കെ യതീമ് എന്ന് പറയും. ജുർറത്തുൻ യതീമത്തുൻ എന്ന് പറയാറില്ലേ? അപ്പൊ തങ്ങൾക്ക് തുല്യമായ ഒരാൾ ജനിച്ചിട്ടേ ഇല്ല, അല്ല പഠിച്ചിട്ടില്ല എന്നായി. നമുക്ക് ജൗഹരി ആരാണ്? ലുഅത്ത നസിഹാഹു, ലോകത്തിന്റെ കിതാബ്. അത് ദക്കറഹുൽ മാവറുദി, അത് ലോകത്തല്ല, മൂപ്പർ തങ്ങളെ ഉദ്ധരിച്ച്. വഖാല വഅലാ ഹാദാ, ഈ അടിസ്ഥാനത്തിൽ ഫീ ഖൗലിഹി ഫആവ എന്ന് പറഞ്ഞതിലുണ്ട് വജ്ഹാനി. എന്താണ്? ആവാക ഇലാ നഫ്സിഹി വസ്തഖസ്സക ബിറിസാലതിഹി. അല്ലാഹുവിനെ കൊണ്ട് ചേർക്കുകയും ഇന്നിസ്തഫൈതുക അലന്നാസി ബിറിസാലതി, പ്രത്യേകമായ റിസാലത്ത് കൊണ്ട് അല്ലാഹു തആല പ്രത്യേകമാക്കുകയും ചെയ്തു എന്നതാണ് ഒരു മാന ആവാന്റെ. അസ്താനി അൻ ജഅലക മഅ്വൽ ഐതാം, എല്ലാ യതീമുകളുടെയും ഒരു കേന്ദ്രം, അഭയകേന്ദ്രം തങ്ങളാണ്. യതീമിനെ സംരക്ഷിക്കണമെന്നും അവർക്ക് ഹാക്കഥ ഇതുപോലൊരു ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രേരിപ്പിച്ചിട്ട് യതീമിനെ സംരക്ഷിക്കാൻ പറഞ്ഞതാരാ? തങ്ങളല്ലേ. അത് അമ്പായതാൻ കൊണ്ട യതീമൻ, തങ്ങളൊരു കാലത്ത് യതീമായിരുന്നു. കഫീലൽ അനാം, തങ്ങള് എല്ലാ പടപ്പുകളുടെയും കഫീലാണ്. ബഅദൻ കുന്ത മക്ഫൂലൻ. കണ്ടോ? അതാണ് രണ്ട് മേന. ഇതെന്തിനായി പറയുന്നത്? തദ്കീറൻ ബിനിഅമിഹി അലൈഹി, തങ്ങളെ മേലിൽ അല്ലാഹു തആല ചൊരിഞ്ഞു കൊടുത്ത എല്ലാ നിഅമത്തിനെയും ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ടെന്താ പറയുന്നത്? വഹു മുഹ്തമലുൻ, അത് മാന സാധ്യതയുണ്ട്, അത് തള്ളിക്കളയേണ്ടതല്ല. അന്നുക്കത്ത് വല്ലുജൂൻ. ഇനി ഇവിടുന്ന് വക്കീൽ അൽ മാന അലം യജിദ്ക ഫഹദാ ബിക ളാല്ലൻ എന്നൊരു ഇതിന്റെ അലം യജിദ്ക യതീമ, അലം യജിദ്ക ളാല്ലൻ ഫഹദാൻ അർത്ഥം. എന്നുവെച്ചാലോ അലം യജിദ്ക ളാല്ലൻ, അതുണ്ടാക്കി ഫഹദാബിക, തങ്ങൾ മുഖേന ഉണ്ടാക്കി ലാലിനെല്ലാം ഹിദായത്ത് കൊടുത്തു എന്നൊരർത്ഥം. കുറച്ചൊരു ലേശരി ഒരു ബോധ പ്രയോഗത്തിലുണ്ട്. വാഹനാബിക്ക ആയിരൻ, വളരെ സാമ്പത്തിക ബാധ്യതയുള്ള ആളെ തങ്ങൾ മുഖേന എന്താക്കി ഹിന കൊടുത്തിട്ടുണ്ട്. അപ്പം മൊയ്തത്തായി. വാവാബിക്ക യതീമൻ, യതീമിനെ ഇവാദ് ചെയ്തിട്ടുമുണ്ട്. അപ്പം ലാലായ ആളുകൾക്ക് തങ്ങളെ കൊണ്ട് ഹിദായത്ത് കിട്ടി, ആയിലായ ആളുകൾക്ക് വിനയും കിട്ടി.
വഴിയാധാരമായി പോയ ആളുകൾക്ക് തങ്ങളെ കൊണ്ട് ഇജാബ് കിട്ടിയെന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് വക്കീല. ഹാദ തഹ്വീലു അസ്ലുഹു ലി അബിൽ അബ്ബാസ് ഇബ്നു അത്താദ്. ഈ തഹ്വീൽ മുപ്പത് മുസ്തഖീലായിട്ട് പറഞ്ഞല്ലോ. ഇതിൻ്റെ അസലെവിടെ കിടക്കുന്നത്? അബിൽ അബ്ബാസ് ഇബ്നു അത്താദിൻ്റെ. വനസ്സുഹു കമാ ഖാലഹു സുലമി മഅനാഹു വുജിദൽ യതീമു ഫഊബിയ ബിഹിക. ഒരു യതീമിനെ കണ്ടെത്തി അവ തങ്ങൾ മുഖേന അവർക്ക് ഈവാ കിട്ടി. ലാലിനെ എത്തിച്ചു, അപ്പോൾ എന്തായി? തങ്ങൾ മുഖേന ഹിദായത്ത് കിട്ടി. എന്നിട്ട് പറയുന്നു വനക്കലൽ ഉർളി അൻ ഉസ്താദിഹി റളിയുദ്ദീൻ ഇബ്നുൽ ഹംബലിയെ തൊട്ട് എന്താക്കി ഇത് നക്കലും ചെയ്തു. 971 വഫാത്താണ്. അന്ന തഖ്ദീറഹു അലം യജിദ്ക യതീമൻ ഫആവാ ബിക അലം യജിദ്ക റഹീമൻ ഫആവാ ബിക യതീമാൻ. എന്താണ് അലം യജിദ്കാൻ്റെ അവിടെ യതീമൻ അല്ലേ? ആ യതീമൻ എന്നുള്ളത് ഫആവാ ബിക യതീമന്റെ മഫ്ഊലാണെന്നാണ് പറയുന്നത്. ഈവ കിട്ടിയത് യതീമിനാണ്. അപ്പൊ തങ്ങളാരായി? റഹീമായി. വജദക മുഹ്തദിയൻ, തങ്ങൾക്ക് ഫീ നഫ്സിൽ ഹിദായത്തുണ്ട്, ഫഹദാ ബിക ളാല്ലൻ. വജദക ഗനിയൻ ഫഅഗ്നാ ബിക ആയിലൻ. എന്നിട്ട് പറയുന്നത് കാല വഹുവ ഖിലാഫുൽ ലാഹിർ. ലാഹിറിനെതിരാണ് ഈ കുറച്ച് വളച്ചൊടി വന്നിട്ടുണ്ടെന്നാ പറയുന്നത്. ശരിയാണ്. അതുകൊണ്ട് ലിയന്നൽ അസ്ൽ അദമുൽ ഹദ്ഫി, അസലുള്ളത് ഹദ്ഫ് വേണ്ടാന്നുള്ളതാണ്. ഏത്? അലം യജിദ്ക റഹീമൻ, അവിടെ നസ്ലില്ലല്ലോ. അതുപോലെ തന്നെ വജദക മുഹ്തദിയൻ എന്നുള്ളല്ലോ. അപ്പൊ അസലി ഹദ്ഫ് വേണ്ടെന്നാണ്. ഫഖാലൽ ഉർളി പറയുന്നു വഅന അഖൂലു ഹാദ തഅ്വീലു വഖഅ മിൻ ഇബ്നു അത്താ തങ്ങളെ ഈ തഅ്വീലി എനിക്ക് കിട്ടി. വതഅമ്മൽതുഹു, ഞാൻ വളരെ ആലോചിച്ചപ്പോൾ ഫറഅയ്തുഹു ഖസദൻ മുഖസ്സദൻ ഹസന, ഒരു വളച്ചൊടിയുമില്ല, വളരെ മെച്ചമായിട്ടാണ് എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞു. രണ്ട് പക്ഷേ തഖദീറുഹു എന്താണ്? അന്ന ഹാദിഹിൽ ആയത സബഖത് ലി ബയാനി മിന്നത്തില്ലാഹി തആല അലാ നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങൾക്ക് അല്ലാഹു തആല ഫീ ഹാദിഹി ദാർ, ഈ ദുനിയാവിൽ വെച്ച് കൊടുത്ത മിന്നത്തുകൾ എണ്ണുകയാണ്. എന്തിനാ? ലിയസ്തദില്ല ബിദാലിക അലാ തഹഖീഖി മാ ബഅദഹു അല്ലാഹു ബിഹി ഫിൽ ആഖിറ, ആഖിറത്തിൽ എന്തൊക്കെ കൊടുക്കുമെന്ന് ഇത് മുഖേന എന്താക്കാൻ തെളിവായിട്ടുണ്ട്. ഹൈസു ഖാല വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഉല, അപ്പുറം പറയുന്നില്ലേ? വലസൗഫ യുഅതീക റബ്ബുക ഫതർള. അതുകൊണ്ട് വലാ ബുദ്ദ അൻ യുബയ്യിന ലഹു മിന്നതൻ സനിയതൻ ജലീലതൻ, അത് വലിയൊരു മിന്നത്തായി തന്നെ കണക്കാക്കണം. ومجرد كونه كان يتيما فآواه وضالا فهداه وعائلا فأغناه എന്നുള്ളത് വൈൻകാന മിനനൻ സനിയ, അതൊക്കെ എത്ര മിന്നത്ത് തന്നെയാണ്. ഇല്ല എന്ന ഗൈറ ഹാസന, പിന്നെ അതിനേക്കാണ് ഉപരിയായ വേറൊന്നുണ്ടല്ലോ. അല്ല, താങ്കൾക്ക് മറ്റൊരാൾക്ക് ഇങ്ങോട്ട് കിട്ടിയല്ലോ. ഈ കിട്ടിയ നിയമത്ത് മുത്താഹദ്ദി എന്ന് പറഞ്ഞാൽ വേറൊരാൾക്ക് ഉപകാരം കിട്ടിയതായല്ലോ. അപ്പൊ ഇന്നത്തുണ്ടുമ്പോൾ മേത്തരമല്ലേ എണ്ണേണ്ടത് എന്നാണ് വേറെ തഹ്വീൽ കൊടുക്കുന്നത്. ഫമന്നല്ലാഹു തആല അലൈഹി ബിഅൻ ഖാല അലം അജിദ്ക യതീമൻ ഫലാ അസാലു ഉറഖീക ബിന്നിഅമി ഹത്താ ജഅൽതുക മഹ്വൽ ലിൽ യതാമാ. തങ്ങൾ യതീമായിട്ട് അല്ലാഹു തആല കണ്ടെത്തിച്ചു. എന്നിട്ടോ ഓരോ നിഅമത്ത് നൽകിയിട്ട് എന്താക്കി? തങ്ങളുടെ പദവി ഉയർത്തിയിട്ട് എല്ലാ യതീമക്കളെയും മഹ്വ തങ്ങളായി എന്നാണ് തഹ്വീലുണ്ട്. അവിടെ വളച്ചൊടിയൊന്നും ഇല്ല. അപ്പം എന്നിട്ട് പറയുന്നത് ഇബ്നാത്താഹ് തങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കൽ ശരിയല്ല. ഓരുള്ളത് വലിയ ഉന്നതരായ ആലിമാണ്. ഓർക്ക് അങ്ങനെ എങ്ങനെയെങ്കിലും തഹ്വീലാക്കുന്ന വരുന്നല്ല എന്ന് മനസ്സിലാക്കണമെന്നാണ് ലാസ്റ്റ് പറയുന്നത്. അത് എവിടെ? ശറഹു ശിഫ പോട്ടെ. തങ്ങൾക്ക് അല്ലാഹു തആല ഓർമ്മിപ്പിക്കുകയാണ് ബിഹാദിഹിൽ മിനനി, ഈ മിന്നത്തുകളെ കൊണ്ട്. വഅന്നഹു അലൽ മഅലൂമി മിന തഫ്സീർ, തഫ്സീറിനാൽ അറിയപ്പെട്ടതനുസരിച്ച് പോകാം. ഈ ബാത്തിനിയായ തഫ്സീറിനെ വിട്ടിട്ട് അറിയപ്പെട്ട തഫ്സീറിലേക്ക് പോയാൽ ലം യുഹ്മിൽഹു ഫീ ഹാലി സിഗരിഹി
അതാ തങ്ങൾ സഗീറായ കാലത്തും അല്ലാഹു തആല കൈവിടിഞ്ഞിട്ടില്ല. വആയിലത്തിഹി, ആയിലയില്ലേ, സമ്പത്തില്ലാത്തവരായില്ലേ, എന്നിട്ടും കൈവിടിഞ്ഞിട്ടില്ല. വയുത്തമിഹി, യതീമായിട്ടും കൈവിടിഞ്ഞിട്ടില്ല. വഖബല മഅരിഫത്തിഹി ബിഹി, നിബുവത്തും നിസാന്തം കൊടുക്കുന്നതിന് മുമ്പും. അപ്പം വലാ വദ്ദഅഹു വലാ ഖലാ, അപ്പം തങ്ങളെ ഒരു ഹീനിലും എന്താക്കിയിട്ടില്ല അല്ലാഹു തആല കൈവിടിഞ്ഞിട്ട്. ഫകൈഫ ബഅദ ഇഖ്തിസാസിഹി വസ്തിഫാഇഹി, അപ്പം ഇഖ്തിസാസും ഇസ്തിഫാവും കൊടുത്താൽ പിന്നെ കൈവിടിയുകയില്ലല്ലോ ഔല കൊണ്ടും. സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സാദിസു, ആറാമത്തെ കാര്യം വദ്ദുഹാ സൂറത്തിലുള്ളത്, അംറുഹു ബിഇദ്ഹാരി നിഅമതിഹി അലൈഹി, തങ്ങൾക്ക് അല്ലാഹു തആല ചെയ്തു കൊടുത്ത നിഅമത്തിനെ വെളിപ്പെടുത്തണം. വശുക്രി മാ ശറഫഹു ബിഹി, കണ്ടാ അല്ലാഹു തആല എന്തെല്ലാം കൊണ്ട് തശ്രീഫാക്കിയിട്ടുണ്ടോ അതിന് ശുക്റും ചെയ്യണം. അതെങ്ങനെയാണ്? ബിനശ്രിഹി, അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. വഇശാദത്തി ദിക്രിഹി ബിഖൗലി വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. അപ്പോൾ വഅമ്മ ഫഹദ്ദിസ് ബിനിഅമതി റബ്ബിക, അപ്പോൾ റബ്ബിൻ്റെ നിഅമത്തിന് എന്താക്കണം? പറഞ്ഞു കൊടുക്കണം. എന്താ കാരണം? ഫഇന്ന മിൻ ശുക്രി നിഅമതി അൽ ഹദീസ ബിഹാ, ശുക്റിൻ്റെ അല്ല നിഅമത്തിൻ്റെ ശുക്റിൽപ്പെട്ടതാണ്. അതുകൊണ്ട് എന്താകണം? സംസാരിക്കണം. അല്ല ചെയ്തത്. വഹാദാ ഖാസുൻ ലഹു, ഇത് തങ്ങൾക്ക് പ്രത്യേകമായിട്ടുമുണ്ട്. ആമുൻ ലി ഉമ്മത്തിഹി, ഉമ്മത്തിന് ആമുവായ കൽപ്പനയാണ്. ഇനി വന്നജ്മിയിലേക്ക് കടക്കുന്നു. വഖാല തആല വന്നജ്മി ഇദാ ഹവാ ഇലാ ഖൗലിഹി തആല ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്രാ. വരെ നോക്ക്. വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുക്കും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ അല്ലമഹു ശദീദുൽ ഖുവാ ദൂ മിർറത്തിൻ ഫസ്തവാ وهو بالأفق الأعلى ثم دنا فتدلى فكان قاب قوسين أو أدنى. അങ്ങനെ തുടങ്ങിയിട്ട് ഇവിടെ വരെ ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്രാ. കുബ്ര എന്തിൻ്റെ സിഫത്താണ്? ആയാത്തിൻ്റെ സിഫത്താണ്, റബ്ബിൻ്റെ സിഫത്തല്ല. ഇഖ്തലഫൽ മുഫസ്സിറൂന ഫീ ഖൗലിഹി തആല വന്നജ്മി ഇദാ ഹവാ എന്ന് പറഞ്ഞ ആയത്തിൽ ബി അഖാബീല മഅറൂഫ, വളരെ പ്രസിദ്ധമായ കുറേ കൗലുകളുണ്ട്. മിൻഹ അന്നജ്മു അലാ ലാഹിരിഹി, നജ്മിന് അതിന് ലാഹിറായ അർത്ഥം തന്നെ വെക്കലാമെന്നു. വമിൻഹ, എന്താ നുജൂമ് ഹവ എന്ന് പറയുമ്പോൾ അസ്തമിക്കല്. അതെന്തിനാണെന്നാ തൻവീലുള്ളത് ഞാൻ പറഞ്ഞത്? നക്ഷത്രങ്ങളെയും നജ്മിനൊക്കെ ആരാധിക്കുന്ന കൂട്ടരുണ്ട്. ആരാധിക്കുന്ന കൂട്ടർ ആരാധിച്ചുകൊണ്ടൊക്കെ ഇത് അസ്തമിച്ച്, അപ്പോൾ ഇവരുടെ മഅബൂദ് അസ്തമിച്ച് പോയി. അത് ചെയ്തത് എന്താന്ന്? ഫലമ്മ ഫല കാലല ഹിബുല്ലാഫലീൻ, ഇബ്രാഹിം അലി ഇസ്ലാം പറഞ്ഞില്ലേ, അസ്തമിക്കുന്ന ആളെ എനിക്ക് വേണ്ടാന്ന്. അത് വെച്ചാൻ പഠിക്കുന്നത്. ഇപ്പം പറഞ്ഞത് എന്താ? ലാഹിറി. വമിൻഹൽ ഖുർആൻ, അപ്പം ഖുർആനാണെന്ന് വന്നജ്മി അല്ലേ. അപ്പം ഇതാ ഹവാക്ക് എന്താ അർത്ഥം കൊടുക്കല്? ഇതാ ഹവാക്ക് ഇനി وقال عن جعفر بن محمد رضي الله عنهما أنه محمد صلى الله عليه وسلم തങ്ങളാണ് ഇത് നജ്മിൻ്റെ അർത്ഥം. وقال هو قلب محمد صلى الله عليه وسلم തങ്ങളാണെന്നും അത് സഹലിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? ആ ഷറഹിലുണ്ട്. അല്ല അതാ അല്ല അയില്ലാം കൗല് സഹലി തങ്ങൾക്ക് ഇങ്ങനെ കൗലുണ്ട്. ആദ്യം പറഞ്ഞതാരാ? ജാഫർ ബിൻ മുഹമ്മദ് അല്ലേ. وقد قيل في قوله تعالى والسماء والطارق, അപ്പോൾ സമാ കൊണ്ടും താരിഖ് കൊണ്ടും സത്യം ചെയ്തില്ലേ. വമാ അദ്റാക മത്താരിഖുൻ നജ്മു മുസ്താഖിബു, അവിടെയും അന്നജ്മു മുസ്താഖിബ് എന്ന് പറഞ്ഞത് എന്താണ്? ഇന്നൻ നജ്മ ഹുനാ അയ്ളൻ സയ്യിദുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് പറയപ്പെട്ട രണ്ട് നജ്മിലും, ഒന്ന് വന്നജ്മിയിലും പിന്നെ അന്നജ്മു സാഖിബിലും. ഹക്കാഹു സുലമി, അതാണ് ആ സൂഫിയത്തിൻ്റെ തഫ്സീറിനെ പറ്റി പറയല്. തദമ്മനത്ത് ഹാദിഹിൽ ആയാതു മിൻ ഫളിഹി വശറഫിഹി, തങ്ങളെ ഫളിനാലും ഷറഫിനാലും ഈ ആയാത്തുകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അൽ ഇദ്ദ, ധാരാളത്തിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. മാ യഖിഫു ദൂനഹുൽ അദ്ദു, എണ്ണം എന്നത് അതിന് മുമ്പിൽ സ്തംഭിച്ചു പോകും, എണ്ണി തീർക്കാൻ കഴിയാതെ വരും. ഒന്ന് അദ്, ഒന്ന് ഇദ്.
അത് ഇത് എന്താ പറയല് മുജാനസത്ത് ഒരേ ലഫ്ള് തന്നെ ഹർഫുകൾ മാറ്റിയിട്ടും പറ്റും പ്രയോഗിക്കുന്നുണ്ടല്ലോ. ഇനി വാക്സമ ജല്ലസ്മുഹു അലാ ഹിദായത്തിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിദായത്തുമലാണ് എന്ന് അല്ലാഹു തആല എന്താക്കി ഖസമ ചെയ്തു. വതൻബീഹിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഹവാ തടിഹവാനെ തൊട്ട് തങ്ങൾ ശുദ്ധമായിട്ടുണ്ട് എന്നും. എവിടെ മാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുൻ യൂഹാ വസദ്ഖിഹി ഫീമാ തലാ ഓതുന്ന ഇതുണ്ടല്ലോ അതിൽ തങ്ങൾ സാദിഖാണ്. വഅന്നഹു വഹയ്യുൻ യൂഹാ മാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുൻ യൂഹാ എന്ന് പറഞ്ഞത്. ഔസലഹു ഇലൈഹി തആല ഔസലഹു ഇലൈഹി അതിലേക്ക് തങ്ങളിലേക്ക് അനില്ലാഹി തആല അല്ലാഹനെ തൊട്ട് ആരാ ചേർത്തത്? ജിബ്രീൽ അലൈഹിസ്സലാം. അതാണ് അല്ലമഹു ശദീദുൽ ഖുവാ വഹയദീസ് ബഹുവ ഷദീദുൽ ഖുവാ എന്ന് പറഞ്ഞതാരാ? ജിബ്രീൽ അലൈഹിസ്സലാം. സുമ്മ അഖ്ബറ തആല അൻ ഫളീലതിഹി ബിഖിസ്സത്തിൽ ഇസ്റാ ഇസ്റാഇന്റെ ഖിസ്സ കൊണ്ട് തങ്ങളെ ഫളീലത്ത് അല്ലാഹു തആല വെളിവാക്കുകയാണ്. എന്നിട്ടോ വൻതിഹാഹി ഇലാ സിദ്റത്തുൽ മുൻതഹയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നും. അല്ല സിദ്റത്തിൽ എന്തല്ലോ പലതും കണ്ട്. ഇത് യഗ്ഷ സിദ്റത മാ യഗ്ഷ വതസ്ദീഖ് ബസരിഹി ഫീമാ റഅ കണ്ടത് മിഥ്യയല്ല സാധ്യം തന്നെയാണ് എന്നതായി കണ്ണോട് കാഴ്ച. അതാ അപ്പൊ വഹ്മിയായ ളുഹൂറല്ല. പിന്നെ അവ അന്നഹു റഅ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റാ എന്നും പറഞ്ഞു. വഖദ് നബ്ബഹ അലാ മിസ്ലി ഹാദാ ഫീ അവ്വലി സൂറത്തിൽ ഇസ്റാ ഇതുപോലത്തെ അർത്ഥം വരുന്ന സൂറത്തുൽ ഇസ്റാ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി എന്ന് തുടങ്ങിയിട്ട്. ഇനി വലമ്മാ കാന മാ കാശഫഹു മിൻ ദാലിക്കൽ ജബ്റൂത്ത് ഈ ജബ്റൂത്തിയായ കാര്യങ്ങളാൽ തങ്ങൾക്ക് മുകാശഫ ചെയ്തത് ആയപ്പോൾ എന്താ ജബ്റൂത്തി? ആലമിന് രണ്ടോ ഹരിയാക്ക് എന്ത് ആലമുൽ മുൽക്കി മറ്റൊന്നെന്താണ് ആലമുൽ ഷഹാദ ആലമുൽ ഗൈബ്. ആ ഗൈബിനെന്താക്കി ഒരു തുടക്കമുണ്ട്, ഒരു മധ്യമുണ്ട്, ഒരവസാനമുണ്ട്. അവസാനത്തിന് അറ്റമില്ല. തുടക്കത്തില് ജബറൂത്താണെന്നാണ് ഗസാലി ഇമാം പറഞ്ഞത്. മുൽക്കിന്റെയും അതിന്റെ അപ്പുറത്തുള്ളതിന്റെയും നടക്കും ഒരു പാലം. അത് മുപ്പത് ഇല്ലായിൽ പറഞ്ഞ എത്രയോ കേട്ടതാണ്. ജബറൂത്ത് കഴിഞ്ഞെന്താക്കും? മലക്കൂത്ത് ഉണ്ടാകും കുറച്ചപ്പുറത്തി. അതിൻ്റെയും അപ്പുറത്ത് ഇപ്പം എന്തായി? ലാഹൂത്തായി. പിന്നെ ഞാൻ അറ്റയില്ല, അതെന്താ വെച്ച് പോയത്. അപ്പൊ ആ ജബറൂത്തിനാൽ തങ്ങൾക്ക് മുകാശഫ ചെയ്തു. എന്നിട്ട് മുൽക്കാണെങ്കിൽ അതിയുണ്ടാക്കും അവന്റെ ഇദ്റാക്കിന്റെ പരിധി അനുസരിച്ച് കിട്ടിക്കൊള്ളു. പിന്നെ അത് തങ്ങളുടെ പ്രത്യേകതയായിട്ട് എണ്ണാനില്ലല്ലോ. വശാഹദഹു മിൻ അജായിബിൽ മലകൂതി അജായിബിൽ മലകൂതിനാൽ തങ്ങൾ മുശാഹദ ചെയ്തതും ആയപ്പോൾ എന്തായി? കാനാന്റെ ഖബർ കണ്ടേ? ലാ തുഹീതു ബിഹിൽ ഇബാറാത്തു ഇബാറത്ത് പറഞ്ഞാൽ അത് അവസാനിപ്പിക്കാൻ കഴിയൂല. അപ്പൊ എന്താക്കും? വലാ തസ്തഖില്ലു ബിഹംദി സമാഇ അദിനാഹു അതിന്റെ അല്പം പറഞ്ഞാൽ തന്നെ കേൾക്കൽ എന്താക്കൂല? അക്കലുകൾ ഭരിക്കാനും കഴിയൂല, അക്കലുകൾക്ക് താങ്ങാൻ കഴിയൂല. അപ്പൊ എന്താക്കുന്നറിയോ? ആടെ മാ ഇട്ടിട്ടെന്ന് ഈ മായൊരു വമ്പിച്ച കാറ്റ് അടങ്ങിയിട്ടുള്ളത്. അതിലെ മുഖ്തസർ മാനിയിൽ പറഞ്ഞില്ലേ ഒരു കാര്യം ചില്ലറ പറഞ്ഞാൽ തീരുമില്ല. കുറച്ചുകൂടി വ്യാഖ്യാനിച്ചാലോ കേൾക്കാൻ ഉൾക്കൊള്ളാൻ കഴിയുന്നതിന് അപ്പുറം മാ എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അത് മുഖമാക്കിക്കളി. അതാ ലമ്മാന്റെ ജവാബാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റംസാക്കി ബിൽ ഈമാഇ വൽ കിനായത്തി ദാല്ലത്തി അല തഅലീം തഅലീമിന്റെ മേൽ അറിയിക്കുന്ന ഒരു കിനായത്ത് വെച്ചിട്ടുണ്ടാക്കി ഞാൻ സൂചിപ്പിച്ചാൽ മാ ഉഖ്ഫിയ ലഹും ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും അവർക്ക് മറച്ചു പറ്റത് എന്തൊക്കെയാണെന്ന് ഒരു നഫ്സിനും പറയാൻ കഴിയില്ല. മാ എന്ന് ഫഗശിയഹു മിനൽ യമ്മി മാ ഗശിയഹു കണ്ടാ. فقال تعالى فأوحى إلى عبده ما أوحى. അപ്പൊ എന്താണ് വഹി അറിയിച്ചതെന്ന് പറഞ്ഞില്ല. മാ അവ
അപ്പൊ ഇതിനെന്താ പേര്? വഹാദൽ കലാമി യുസമ്മിഹി അഹ്ലുൻ നഖ്ദി വൽ ബലാഗ. ബലാഗത്തിന്റെ അഹ്ലുകാർ ഇതിന്റെ പറയലെന്താ? ബിൽ വഹ്യി എന്ന് പറയും, ഇഷാറത്ത് എന്നും പറയും. അത് മുഖ്തസർ എന്നുള്ളത് ഒരു വസ്ഫാണ്. എന്താ സാധനം? ഞാൻ പറഞ്ഞ ഇപ്പൊ മുഖ്തസർ എന്താ മുഖ്തസർ? ഇപ്പൊ മാനാളെ ഇഷ്ടസാറാക്കില്ല, അതെന്റെ ഭാഷാർത്ഥല്ലേ. ഇപ്പോഴത്തെ എല്ലാ ചോദ്യത്തിനും മറ്റേ പിള്ളേരോട് ചോദിച്ചാൽ പറയൂ എന്താന്ന് വെച്ചാൽ ആരാ ചോറുന്നത്? ഉമ്മ. ആരാ കഞ്ഞിയത്? ഉമ്മ. എല്ലാ കൊമ്മയെന്ന്. ഇതിപ്പോൾ തോന്നാൻ വരുന്നവരോട് ആരാന്ന് ഈ ഇതുണ്ടാക്കിയത്? ദൈനംദിന മക്കളും. ആരാ മറ്റേ ദൈനംദിന മക്കളും. എല്ലാവർക്കും പറയാൻ കണ്ടത് ഈ അത്താണ് ചേർക്കും. ഒരു താറ്റേക്കില്ല. മാലി കിട്ടാൻ ഉണ്ടാക്കുന്ന ദൈനംദിന മക്തുമ്മ. അതായത് അറബിയത്തിന് മൊത്തത്തിൽ കുറേ ഫന്നുകൾ ഒരുമിച്ച് കൂടിയാലേ അറബി ഭാഷയാവുകയുള്ളൂ. ലോകത്ത് വേണം, സറഫ് വേണം, മഹാനി നെഹവ് വേണം, പിന്നെ മഹാനി വേണം, മന്തിക്ക് വേണം. ഇങ്ങനെ തുടങ്ങിയിട്ട് 10-12 ഫന്ന് നമ്മൾ മുമ്പേ കാണാപ്പെടാതെ നമ്മളെ ക്ലാസ്സിലുള്ള മേശയോട് ചോദിച്ചാൽ പറഞ്ഞു. അറബി ഭാഷക്ക് ഇതെല്ലാം പോണമെന്നുള്ളത്. എന്നാലേ ഒരു അറബിയായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ. ഇഷ്ടക്കാക്ക് കുബ്ര വേണ്ടേ, സൂറ വേണ്ടേ? സൂറയാണ് ഷറഫ്. 2 കലിമത്തും കൂടുമ്പോ അതിന്റെ ആമിലും മാമൂലും വരുമ്പോ നിന്നുണ്ടാകുന്നത് നെഹ്വ്. മഹാനി വേണം, മന്തിക്ക് വേണം, ബയാൻ വേണം, ഇതെല്ലാം വെള്ളി. അത് 12 ഫന്നാണ് സക്കാക്കി മാമ ഒരുമിച്ച് കൂട്ടീന്. അന്ന് നമ്മളെ വിഷയമല്ല. പിന്നെ എന്താന്ന് ആവർത്തിച്ച് എന്താ സിദ്ദത്തുൽ ളുഹൂറിൽ ഖഫാവ് ഇപ്പൊ മാറിപ്പോയി നമ്മുടെ ക്ലാസ്സിൽ. സിദ്ദത്തുൽ ളുഹൂറിൽ ഖഫാവ് വളരെ വ്യക്തമായപ്പോ ഒന്നും തിരിയാണ്ടായിന്ന്. ആ 12 ഫന്ന് സക്കാക്കി ഇമാമുണ്ട്. അതിന്റെ പേരാ മിഫ്താഹുൽ ഉലൂം. അതിന് ഷറഹുണ്ട്. എല്ലാം കിട്ടാവുന്ന കിതാബ് ഇപ്പൊ. അതിന്റെ 3ാം ഖിസ്മ് ഏതാണ്? ബലാഗത്താണ്. ആ ബലാഗത്തിന്റെ 3 ഖിസ്മുണ്ടായതല്ലോ, മഹാനി, ബയാനും ബദിയും. ഈ 3 കൂടെ കൂട്ടിയതാണ് 3ാം ഖിസ്മ്. ആ 3ാം ഖിസ്മ് എന്താക്കിയെന്നറിയോ? ചുരുക്കിയിട്ട് തൽഖീസുൽ മിഫ്താഹ് എന്ന് പേരുണ്ടാക്കി, ഒരു ഇഖ്തിസാറാക്കി. ഇത് ഖതീബുൽ ഖസ്വീനി. അതാ തൽഖീസ്. അതിന് വിവിധങ്ങളായ ആളുകൾ ശറഹ് ചെയ്ത് ശുറൂഹ് തൽഖീസ് ഉണ്ട്. അത് സഅദുദ്ദീൻ തഫ്താദാനി റളിയല്ലാഹു അൻഹു വലിയ നീണ്ട ഷറഹയാണ്. തൽഖീസിന്റെ മുതവ്വൽ ഷറഹ് എന്ന് പറയുന്നത്. മുതവ്വൽ തന്നെ കുറെ നീണ്ടത്, കുറെ നീണ്ടുപോയിന് ചുരുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാക്കി പരാതി വന്നു. അപ്പോൾ പഠിക്കുന്നവർക്ക് പക്ഷെ മുത്തവ്വൽ ഓതല എളുപ്പം, മുഖ്തസറിനാക്കാണ് എളുപ്പം. ഇതാണ് അതുകൊണ്ട് മുഖ്തസറിന് ഷറഹാക്കാൻ മുത്തവ്വലിന്. എന്നല്ലാണ്ട് 9ാം ക്ലാസ് പാസ്സായി കറുത്ത കോട്ട് കൊടുക്കലെല്ലാം മുത്തവ്വല് വലിയ ഷറഹ്. ആ പരാതിയെ തുടർന്ന് അതിന് ഇഖ്തിസാറാക്കിയതാണ് ഇത് മുഖ്തസർ. അപ്പൊ എന്താണെന്നറിയോ? മുഖ്തസർ ഷറഹുൽ മുഖ്തസർ ലിതൽഖീസുൽ മിഫ്താഹ് തഫ്താദാനി ഇമാമിന്റെ കിതാബ്. അതാണ്. അതിലാണ് ഇത് പറയില്ലേ, ഇതിന് ഇവിടെ പ്രയോഗത്തില് ഇഷാറത്ത് എന്ന് പറയും, പിന്നെ വഹയ്യ് എന്നും പറയും. അത് അമ്പിയാക്കളെ വഹയ്യല്ല. പിന്നെ ആ ഫന്ന് ഇന്ദം അവിടെ അബുലഹു അബുബാബിൽ ഈജാസ്. ചുരുക്കി പറയല്ലേ ഏറ്റവും കണ്ട ഒരുപാട് മഹാനികളെ മാന്നോട് 2 അക്ഷരത്തിൽ ചുരുക്കി കളയും. ഫലാത്തല്ല. എന്നിട്ടോ ഇത് ബുദ്ധികൾക്കോ കണ്ണിന് കാണാൻ കഴിയൂല, മനസ്സിന് ഊഹിക്കാൻ പോലും കഴിയാത്തതാണ്. എന്താക്കി മാന്ന് ഒറ്റ കലിമത്തിൽ വെക്കിയത്. وقال تعالى لقد رأى من آيات ربه الكبرى. റബ്ബിന്റെ ഏറ്റവും വലിയ ആയാത്തുകളിൽ നിന്ന് തങ്ങൾ കണ്ടിട്ടുണ്ടെന്ന്. ഇൻ ഹസനത്തിൽ അഫ്ഹാമു അൻ തഫ്സീലി മാ ഔഹാ. ഇസ്റാ മിഅ്റാജിന്റെ ദിവസത്തിൽ ആ രാത്രിയിൽ എന്തൊക്കെയാണ് വഹയി അറിയിച്ചത് എന്ന തഫ്സീലിനെ തൊട്ടിട്ട് എല്ലാ ഫഹ്മുകളും ചുരുങ്ങിപ്പോയിരിക്കുന്നു. വതാഹത്തിൽ അഹ്ലാം. ബുദ്ധികൾ ബേജാറിലായിട്ടുണ്ട്. ഈ തഅയ്യീനി തിൽക്കൽ ആയാത്തിൽ കുബ്ര. ആ കുബ്ര ആയാത്തുകളുണ്ടല്ലോ, കുബ്ര ഏറ്റവും വലിയ, അതെന്താണ്? അതിന്റെ തഅയ്യീൻ, അതിന്റെ തഫ്സീലോ
നമുക്കൊന്നും പറയാൻ കഴിയില്ല. അത് അള്ളാഹും അനുഭവിച്ച റസൂലിനെ പറയാൻ കഴിയുള്ളൂ. അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. ഇനി ഖാലൽ ഖാദി, ആരാണത്? അബുൽ ഫദ്ൽ. വസ്തമലത് ഹാദിഹിൽ ആയാതു, ഈ ആയാത്തുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അലാ ഇലാമില്ലാഹി തആല, അതാ തങ്ങൾ അല്ലാഹു തആല അറിയിച്ചിട്ടുണ്ട് ബി തസ്കിയത്തി ജുംലതിഹി, തങ്ങൾ ആകെ എന്നുവെച്ചാൽ കൽബാവട്ടെ, കണ്ണാവട്ടെ, നാവാവട്ടെ, എല്ലാത്തിനും അല്ലാഹു തസ്കിയത്ത്. എന്നുള്ള മാ യന്തിഖു അനിൽ ഹവാ, തണിഹവ പോലെ. അപ്പൊ നാവ് ഇതല്ലേ തങ്ങളെ കൽബ്, മാ ദാഖൽ കൽബു. അതുപോലെ തന്നെ കണ്ണ്, ഓരോ അംഗങ്ങളെ പറ്റി പറയുന്നത്. വഇസ്മതിഹാ മിനൽ ആഫാത്ത്, ആഫാത്തിനെ തൊട്ട്, അതായത് അതിന് ഒരു തകരാറ് സംഭവിച്ച അല്ലാഹു തആല കാത്തിട്ടുണ്ട്. ഫീ ഹാദിൽ മസ്റ വസക്ക ഫുആദഹു, തങ്ങളെ കൽബിനെ അല്ലാഹു തആല തസ്കിയത്താക്കി. വലിസാനഹു, ലിസാനിനെ തസ്കിയത്താക്കി. വജവാരിഹു, അവിടുത്തെ ജവാരിഹിനെയും തസ്കിയത്താക്കി. ഫസക്ക കൽബഹു, കൽബിനെ തസ്കിയത്താക്കിയത് എങ്ങനെ? ബിഖൗലിഹി മാ കദബൽ ഫുആദു മാ റആ, കണ്ണുകൊണ്ട് കണ്ട ഒന്നിനെന്താക്കില്ല, കൽബ് കളപ്പാക്കിയിട്ടില്ല. അത് മിഥ്യയാണ്, അതുള്ളതുപോലെ അല്ല. ചിലപ്പോൾ കണ്ണുകൊണ്ട് കണ്ടത് കൽബംഗീകരിക്കില്ല. ബസ്സിൽ കയറിയിട്ട് ഇങ്ങനെ ഓടുമ്പോൾ ചെറുക്കളയിൽ നിന്ന് കൽബമിലേക്ക് ഓടുമ്പോൾ എന്താക്കും, എല്ലാ വസ്തുക്കളും കിഴക്കോട്ടേക്ക് ഓടുന്നുണ്ട്, കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. കൽബെന്താ പറയുന്നത്? പോകുന്നില്ല, നീയാ പോകുന്നത്. കണ്ണുകൊണ്ട് കണ്ടതിനെ കൽബ് അംഗീകരിക്കുന്നില്ല. അപ്പൊ കൽബ് കണ്ടത് തന്നെയാണ് എന്താ കണ്ടത്, കൽബ് അംഗീകരിച്ചുകൊണ്ടാണ്. അപ്പൊ ഹക്കാണ്. വലിസാനഹു, ലിസാനിനെ അല്ലാഹു തആല പരിശുദ്ധമാക്കി. ബിഖൗലിഹി വമാ യൻതിഖു അനിൽ ഹവാ, തടി ഹവാനെ തൊട്ട് മിണ്ടുന്നവരല്ല. ബസറിനെയോ ബിഖൗലി മാ ദാഖൽ ബസറു വമാ തഗ, കാണിച്ചു കൊടുത്തല്ലാണ്ട് അതിന് അപ്പുറം പറ്റാൻ തോന്നില്ല. ആ കണ്ടത് മാത്രം എന്താക്കണം, നോക്കി നിൽക്കണം. അപ്പുറത്തേക്ക് നോക്കിയാൽ കണ്ണിന്റെ അതപീട് വന്നു, തുകയാൻ പറഞ്ഞു, നിൽക്കാൻ പറഞ്ഞിരുന്നില്ലേ, അതടുത്ത്. ഇനി വേറൊരു വിഷയം ഇവിടെന്താണ് ഇഷാറത്ത് വഹി എന്നൊക്കെ പറഞ്ഞാൽ ഖലീലായ ലഫ്ളാവുക, മുശാറം ബിഹി ഇലാ മഹാനിൻ കസീറ, ധാരാളം മാനയിലേക്ക് ഇഷാറത്താക്കുക. അതിങ്ങനെ ബിഈമാഇൻ ഇലൈഹാ വലംഹത്തിൻ തദുല്ലു അലൈഹാ. ഇതാ വദാലിക ഖൗലി തആല ഇദ് യഗ്ശ സിദ്റത മാ യഗ്ശ, സിദ്റത്തുൽ മുൻതഹാനെ പൊതിഞ്ഞിട്ടുണ്ട് വല്ലാത്തൊരു ഭംഗി, ഒരു അലങ്കാരം. മാ യഗ്ശ, എന്താണത് പൊതിഞ്ഞത്? അതൊന്നും പറയാൻ കഴിയില്ല. പിന്നെ അടുത്ത് ഈ പുതിയൊരായത്താണ്. وقال تعالى فلا أقسم بالخنس الجوار الكنس. അല്ല, ഇവിടെയും ലാ ഉഖ്സിം തന്നെ നേരത്തെ പറഞ്ഞ മാതിരി ലാ തൗക്കീദാണ്. ഖുന്നസ് എന്ന് പറഞ്ഞത് സൂര്യനും ചന്ദ്രനും അല്ലാത്ത ബാക്കി നക്ഷത്രങ്ങളെ കുറിച്ചാണ്. ബാക്കി നക്ഷത്രങ്ങളിത് അത് പഴയ കണക്കിൽ കുറേ ഇന്നത്തെ പുതിയ കണക്കുമായിട്ട് തെറ്റുണ്ടാവുക. അതായത് സവാബിത്ത്, സയ്യാറത്ത് എന്ന് പറഞ്ഞിട്ട് രണ്ടു തരം നക്ഷത്രങ്ങളുണ്ട്. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി എന്നൊക്കെ നീറുണ്ടെന്ന കരണ്ടല്ലുണ്ടെന്നത് ഏതാണ്? സവാബിത്തുകളാണ് അല്ലേ? അക്കൂട്ടത്തിൽ പെട്ടാണ് ഇപ്പൊ ഉണ്ടാണെങ്കിൽ ശംസും സവാബിത്താണ്. പഴയ കണക്ക് പ്രകാരം എന്താക്കും, അസ്മാകാർ നോക്കുന്നത് വലിയ ആശയത്തിൽ കണക്കെല്ലാം പരിശോധിക്കുന്ന ശംസും വസുഹറ വല്ലതാരിദ് വൽഖമർ സുഹലം വമുസ്തരി വമിസ്ദീഖുൻ ദുഖിർ എന്ന് പറഞ്ഞ 7 നക്ഷത്രങ്ങൾ അതാണ് സയ്യാറത്താണ്. പഴയ കണക്കിലായി പറയും. ഇപ്പോഴുള്ള കണക്കിന് സൂര്യൻ അസലാക്കി വെച്ചിട്ട് ഇങ്ങനെ കറങ്ങലാണ്. മറ്റോർ എന്താക്കുന്നത്, സൂര്യൻ ഒക്കെ മറ്റൊന്നിനെ കൂടിക്കറങ്ങുന്ന അറിയാം. ശംസം പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടാക്കിയാലും മാത്തമാറ്റിക്സ് വ്യത്യാസം ഉണ്ടാവില്ല. 24 മണിക്കൂറിൽ ഓരോ സാഹചര്യത്തില്ലേ ശംസം സുഹറ. അപ്പൊ ഇന്നത്തെ ദിവസം എന്താണ്? ചൊവ്വ അല്ലേ? ചൊവ്വാഴ്ച എന്താ ഒന്നാം സാഹചര്യം ഏതാണ്? മിർജീഖ്. അപ്പൊ ശംസം എന്ന് പറഞ്ഞാൽ അപ്പൊ ഞാനേത് ഇസ്മിസിനോട് ചോദിച്ച് ഇത് ഉദിക്കൽ എന്നാണോ അസ്തമിക്കൽ എന്നാണോ അല്ല തലക്ക് നേരെ വരിക എന്നാണോ ഇതിന്റെ അർത്ഥം? ഉദിക്കല്. അപ്പൊ എല്ലാ ദിവസം 2 വട്ടം സൂര്യൻ ഉദിക്കലുണ്ട. 7 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ സൂര്യോദിക്കുന്നത്, വീണ്ടും 7 കഴിഞ്ഞാൽ 3 വട്ടം സൂര്യോദിക്കുന്നുണ്ടല്ല.
ശംസും വസുഹറ വല്ലത്താരിദ് വൽഖമർ സുഹലും വമുസ്താരി വമിദ്ദീഖുൻ ദുകിർ. ഇനി പാടും ശംസുൻ. അപ്പൊ 7 കഴിഞ്ഞ് 8-ാമത്തെ രണ്ടൂട്ടം സൂര്യൻ വെച്ചാ അത് പൊളിഞ്ഞപ്പോ അത് വലിയ ഏത്തിക്കാത് പൊളിഞ്ഞ മാതിരി തോന്നിയിട്ട് അയാൾക്ക് പിന്നെ കണ്ണുമുടല് മാറാൻ തുടങ്ങി. കാരണം ഏത്തിക്കാത് പൊളിയാൻ പാടില്ലല്ലോ. അല്ല, ഉദിക്കലാന്ന് പറഞ്ഞാൽ പൊളിഞ്ഞ് ചിലപ്പോൾ ഉണ്ടാകും കൺമുമ്പിൽ നിന്ന് അസ്തമിക്കുന്ന അന്നേരം കൂടെ നിർന്നൊരു ശംസും. അപ്പൊ അങ്ങനെ അസ്തമിക്കലെന്നാ ചിലപ്പോ ഒരിക്കലായിട്ട് ഒത്തും. എന്താ ഈ സാധനം? വലിയ പോലീസായിട്ട് പറയുന്നുണ്ടല്ലോ. എന്തെങ്കിലും പറയാ ഒന്നും ഉദിക്കലുമില്ല, അസ്തമിക്കലും നടക്കത്തിലുമില്ല, ഒന്നുമില്ല. അതായത് ഭൂമിക്ക് ഇന്നാട്ടിൽ സ്വർക്കള കുറച്ചപ്പുറത്ത് നമുക്ക് കഴിയുമ്പം കുറച്ചപ്പുറത്തുമ്പം മന്ന, പിന്നെ തളിപ്പറമ്പ്, അങ്ങനെ നാട്ടിൻ്റെ ഓരോ കഷ്ടം കടന്നാക്കി ഒരു ഭൂമിയുടെ കൃത്യത്തിന് പേര് കൊടുത്തു. അല്ല, വേറെ ചൊർക്കല്ല, ഇതിന് പേര് കൊടുക്കാൻ ധാരാളം പേര് പറയാലോ. അതിനപ്പുറം കണ്ണൂർ, വാപ്പനശ്ശേരി, വളവട്ടം, ഇങ്ങനെ ലക്ഷക്കണക്കിന് പേര് പറയാലോ. അപ്പൊ ഇപ്പൊ എന്തായിന്നറിയോ, ഒരു ദിവസം 24 മണിക്കൂറിന് എന്താക്കിന്നറിയോ ഒരു പേര് കൊടുക്കണം. അത് സയ്യിദ് അമ്ര ബക്കർ ഖാലിദ് പേര് കൊടുത്താലും ഓക്കെ, അല്ല നിങ്ങളെ പേരെല്ലാം കൊടുക്കാം. 24 ആളെ പിടിച്ചിട്ട് 24 പേര് കൊടുക്കാം. പക്ഷെ ഓരെന്താക്കിന്നറിയോ ഈ നുജൂമിന്റെ അഹലുകാർ 7 കവാക്കിബിനെ പിടിച്ചിട്ട് അത് തന്നെ ആവർത്തിച്ച് പേര് കൊടുക്കാം. 8-ാമത്തെ പേര് കൊടുക്കൂല. അപ്പൊ ശംസ്, സുഹറ, താരിഖ്, ഖമർ, സുഹൽ, മുസ്തരി എന്ന് പറഞ്ഞാൽ ഖിത്അത്തും മിനസ് സമാനിന്റെ പേരാണത്. ഉദിക്കലുമില്ല, അസ്തമിക്കലുമില്ല. അതായത് ഖിത്അത്തും മിനൽ അർദിനെ പറ്റിയിട്ട് പേര് കൊടുത്തതുപോലെ ഖിത്അത്തും മിനസ് സമാനിന് എന്താക്കി ഒരു കഷ്ടത്തിന്. അപ്പൊ 24 മണിക്കൂറിൽ എന്താക്കും? 7, 7, 14, 7, 21. ഇനി ഒരു 3 കൂടെ കൂട്ടിയാൽ എന്താവും? അപ്പൊ ശംസ് കൊണ്ട് തുടങ്ങി 24 മണിക്കൂർ പൂർത്തിയാകുമ്പോഴേക്ക് അടുത്തെന്താക്കും? അങ്ങനെയാണ് ആഴ്ചന്റെ പേരെന്തോന്ന്? ഞായർ. ഞായർ എന്ന് പറഞ്ഞാൽ ശംസ്, തിങ്കൾ എന്ന് പറഞ്ഞാൽ ഖമർ, ചൊവ്വ എന്ന് പറഞ്ഞാൽ മിദ്രീഖ്, ബുധൻ എന്ന് പറഞ്ഞാൽ അതാരിദ്. ഇതിങ്ങനെ കണക്കൂട്ടി ചെയ്യുമ്പോൾ ഈ ആദ്യത്തെ സമയം എന്താ ഒത്തിട്ട് വരും. ഇങ്ങനെ അച്ച് പറക്കി പീഞ്ഞ് വെള്ളം എടുത്തിട്ട് കരിമ്പാട്ടം പോലാട്ടിട്ട് ഫ്രണ്ടിൽ കണ്ടപ്പോട്ടി അട്ടത്തേക്ക് എറിഞ്ഞു പാടും. അല്ല, എന്തെങ്കിലും തിരിയണ്ടേ? അപ്പോൾ ഇവിടെ ഹൊന്നസ് കൊണ്ടെന്തേക്കുന്നത് നെയ്റൈൻ ശംസും ഖമറും ഒഴിച്ചിട്ട് ബാക്കിയുള്ള 5 ഉണ്ടാവും. ആ 5 ചിലതിനെന്താകുന്നറിയോ ഓടിക്കൊണ്ടൊക്കെ മടങ്ങി വരുത്തുണ്ട്. ഇത് ആ കലണ്ടറിൽ ഒരു ദുബായ് കളം കണ്ടിട്ടാണ്. ഈ കലണ്ടർ നോക്ക്, അത് നമ്മ പരസ്യത്തിന് കൊടുക്കുന്ന കലണ്ടറിലൊന്നുമില്ല. അത് വെറും ഡേറ്റ് മാത്രമേ ഉണ്ടാവും. ഡേറ്റ് ഉണ്ടാകും, പിന്നെ നേഴ്സും പറയും, പിന്നെ മെച്ചാണ് നെയ്ച്ചോറയ്ക്ക് നേഴ്സും പറയും. അപ്പം ആ കലണ്ടർ എല്ലാത്തിലുണ്ട്. അതാ അപ്പുറത്തെ കലണ്ടറിലെന്നാ ഒരു കോളോ അതെടുത്ത് നോക്കുമ്പോ അവിടെ ആ അടിയിലെടുത്ത നല്ലോണം തിരിഞ്ഞു. ആ ക്ലോത്ത് മറച്ചല്ലേ എടുത്തു. ഇതന്നെ എല്ലാം ഇതിലുണ്ട്. ഇതാ ഇതാ ഇത് നോക്ക്, ഒരു കോളം കണ്ട 12 കോളം ഉണ്ടാവും. ആ ജുലൂസെല്ലാം മടങ്ങന്ന് വരച്ചിട്ട് തൂക്കിക്കോ. അതിലൊരു ചെയ്യുമില്ല. അത് ഒരു ബന്ധനം കലണ്ടറാണ്. കലണ്ടറിനടുത്ത് അത് നടുക്ക് കാര്യമാക്കി. എന്നിട്ട് ഇത് ഒരു രാശിയത്തോട്ട് ഇബാറത്താണ്. ഇവിടെ മേടം, മെടവം, മിഥുനം, കർക്കടം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീന, വളർത്താൻ. ഇങ്ങനെ അതിൻ്റെ ഇഷ്ടലാഹ വായിക്കണ്ടേ. അപ്പൊ ഈ മാസത്തിൽ മേടം രാശിയിൽ കവാക്കിബ് സയ്യാറത്തൊന്നുമില്ല, ബ്ലാങ്കാന്ന്. മേടത്തിലും മെടവത്തിലും. ഇനി ഇപ്പം എന്തെല്ലുണ്ട്? എന്ന് പറഞ്ഞ സൂര്യൻ, രവി. പൂ എന്ന് പറഞ്ഞ കുജൻ, ഏതാന്ന്? മിദ്രീഖ്, ചൊവ്വ. ഭൂ എന്ന് പറഞ്ഞാൽ അതാരിദ്, ഷൂ എന്ന് പറഞ്ഞാൽ ശുക്രൻ, സുഹ്റ. ഇത് എന്തുണ്ട്? മേടം, മെടവം, മിഥുനം എന്ന രാശിയിൽ ഇത് 3 ഒരുമിച്ച് കൂടിയിട്ടുണ്ട്.
എന്നിട്ട് പഠിപ്പിക്കേണ്ട നമ്മുടെ മക്സൂദല്ല. അത് ചിലതെന്താക്കുന്നറിയോ, നമ്മളെ ക്ലോക്കിന്റെ സൂചി നടക്കും പോലെ അങ്ങോട്ട് തന്നെ നടക്കും, തിരിച്ചു പറ്റില്ല. 12 മുതൽ 1 വരെ 1 മുതൽ ഇങ്ങനെ കറങ്ങിയില്ലേ, അത് തിരിച്ചു പറ്റില്ലല്ലോ. ചിലതിനെന്തൊക്കെ ഉണ്ട്, തിരിച്ചു പറ്റുന്നുണ്ട്. ആദ്യം തുടങ്ങുമ്പോൾ കുറേ മാസം കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് തന്നെ എത്തിയത്. അത് പഞ്ചാംഗം വായിച്ചു നോക്കണം. അത് നമ്മുടെ മക്സൂദല്ല. അപ്പം ഖുന്നസ് എന്ന് പറഞ്ഞാൽ ഈ തിരിച്ചു വരുന്ന ചില നക്ഷത്രങ്ങളുണ്ടെങ്കിൽ അല്ല അള്ളാന്റെ ഒരു തദ്ബീറാണ്. അതാണ് ഖുന്നസ് അൽ ജവാർ നടന്നു പോകുന്നത്. അൽ ഖുന്നസ് എന്ന സൂര്യനെ ഉദിച്ച ഒന്നും ഇവിടെ നിലവിലുണ്ട് എന്നുണ്ടല്ല, പക്കതല്ല ബുത്തൂന് വന്നു. ഏറ്റവും ദുഹൂറുള്ള ഒരു സാധനം വന്നപ്പോ നേരത്തെ കുറഞ്ഞ ദുഹൂറുള്ള സാധനം ബുത്തൂനായി മാറും. അല്ല അമ്മ പണ്ട് പറഞ്ഞത്. ഇപ്പം മെഴുകുതിരി കത്തിച്ച് വെച്ചാൽ കുറച്ച് ദുഹൂറുണ്ട്, അതിനേക്കാണ് വലിയ ദുഹൂറുള്ള സൂര്യൻ ഉദിച്ചാൽ ഇതിന്റെ ദുഹൂറ് ബുത്തൂനായി മാറി. കത്തുന്ന മുഖത്തിരി കാണൂല. അതാ മുഖത്തിരി കടുത്ത് എവിടെ 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 സൂര്യന്റെ ദുഹൂറിന്റെ അടക്കം എന്താ വലിയ ദുഹൂറ് വന്നപ്പോൾ ചെറുതും മങ്ങിയതാണ്. അതാണ് ഇത് ഖുന്നസ്. സൂര്യനങ്ങ് ഉദിച്ചു കഴിഞ്ഞാൽ നജ്ജിറുള്ള ആദം സൂര്യനങ്ങ് വന്നു കഴിഞ്ഞാൽ എന്തായി മാറും, ഇതിനൊന്നും പ്രകാശമൊന്നും ഉണ്ടാവില്ല. ചുരുക്കത്തിൽ അതാ 5 നക്ഷത്രങ്ങളെ അവിടെ സത്യത്തിന് കസമിന് ഉപയോഗിച്ചു എന്ന് പറയാം. ഇലാ ഖൗലിഹി തആല അവിടെ വെക്കണം, വമാ ഹുവ ബിഖൗലി ശൈത്വാനിർ റജീം വരെ ഓതി നോക്ക്. മുസാഫിങ്ങൾക്കൊക്കെ ഒന്നുകൂടെ ആളെ തൊടാൻ പാടുള്ളൂ. മുസാഫല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മറ്റേ പത്രത്തിൽ ലേഖനം കണ്ടിട്ടുണ്ട്. ഇന്ന് മുസാഫല്ല വരും. അങ്ങനെ പല കോലും വരും. ഒരു കാരണം കൊണ്ടാണ് ബസ്സാക്കാന്നും കോലി വരും. ആരും ബസ്സാക്ക സെക്രട്ടറി ബസ്സാക്കിയില്ല. എത്രാമത്തെ പേജാണ്? തക്വീർ സൂറത്ത് ഇറസ്റ്റംസ് കൊബിറത്ത് കിട്ടി. إذا الشمس كورت وإذا النجوم انكدرت وإذا الجبال سيرت وإذا العشار عطلت وإذا الوحوش حشرت وإذا البحار سجرت وإذا النفوس زوجت وإذا الموءودة سئلت بأي ذنب قتلت وإذا الصحف نشرت وإذا السماء كشطت وإذا الجحيم سعرت وإذا الجنة أزلفت علمت نفس ما أحضرت. അതെല്ലാം ഖിയാമത്ത് പറഞ്ഞു. അതിൻ്റെ അപ്പുറമാണ് فلا أقسم بالخنس الجوار الكنس والليل إذا أسعس والصبح إذا تنفس. ഇവിടൊക്കെ കസമ ചെയ്തിട്ട് എന്ത് പറഞ്ഞ്, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ബി ഖുവ്വത്തിൻ ഇൻദ ദിൽ അർശി മകീൻ മുതാഇൻ സമ്മ അമീൻ. അവിടുന്നങ്ങോട്ട് അള്ളാഹു മുപ്പർ പറഞ്ഞത് ഇടം വരെ വമാ ഹുവ ബിഖൗലി ശൈത്വാനിർ റജീം അല്ല ആടം വരെ ഓതി നോക്കും. എത്ര ആയത്തുണ്ട്? ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. ഈ റസൂലും കരീം ആരാണെന്ന് ചർച്ച മനസ്സിലാകുന്നില്ല. റസൂലിൻ കരീം ബശരിയായ റസൂലാണോ? അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എല്ലാ മലായിക്കത്തിന്റെ റസൂലാണെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ആ റസൂല് എന്ന വസ്ഫ് പറഞ്ഞതിന് പുറമെ കരീം കറമ കൊണ്ട് വസ്ഫ് പറഞ്ഞു, ذي قوة എന്ന് വസ്ഫ് പറഞ്ഞു, മക്കീനിൻ ഇൻദ ദിൽ അർശിനാണ്. ഇൻദ ദിൽ അർശി മക്കീൻ അടുത്ത വസ്ഫ്, മുതാഇൻ മറ്റൊരു വസ്ഫ്, സമ്മ അമീൻ. അപ്പൊ ഇവിടെ ഭൂരിപക്ഷം തഫ്സീറും പോകുന്നത് റസൂലിൻ കരീം എന്ന് പറഞ്ഞതാരാണ്? ജിബ്രീൽ അലൈഹിസ്സലാമാണ്. എന്തെല്ലാം വസ്ഫ്? ഒന്ന് റിസാലത്ത് കൊണ്ട്, 2 കറമ്പ് കൊണ്ട്, 3 ഖുവ്വത്ത് കൊണ്ട്, മറ്റ് മക്കാനത്ത് കൊണ്ട്, മറ്റൊന്നോ മുതാഇൻ, പിന്നെ അമാൻ. 6 വസ്ഫ് പറഞ്ഞു.
വമാ സ്വാഹിബുക്കും, നിങ്ങളൊരു സാഹിബുണ്ട്. ആരാന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഒരു മജ്നൂൻ അല്ല എന്നും പറഞ്ഞു. ഇവിടെയാണ് ജമസ്സരിക്കുന്നതാക്കി പാഠം തെറ്റിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മംഫിയായി വസ്ഫയെ പറഞ്ഞിട്ടുള്ളൂ. ജിബ്രീലിന് 6 വസ്ഫ് പറഞ്ഞിട്ടുണ്ട്. അത് തങ്ങളേക്കാൾ ജിബ്രീലിനാണ് പദവി എന്ന് പറഞ്ഞിട്ട് അയാളാകെ പേച്ച്. പിന്നെ ലോകം മുഴുവൻ അയാളെ ബാധിച്ചാടിക്കളി. മറ്റുള്ള ആയത്ത് നോക്കണ്ട, ഈ ഒറ്റ സൂറത്ത് മാത്രം നോക്കല്. ഇവിടെ പറഞ്ഞത് നിങ്ങളുടെ സാഹിബ് മജ്നൂനല്ല എന്നൊരു സൽബിയായ വസ്ഫയില പറഞ്ഞിട്ടുള്ളൂ. പിതാത്തൊന്നുമില്ല എന്നല്ലോ പറഞ്ഞിട്ടുള്ളൂ. ദിശാലത്ത്, കറമ്, കൂവത്ത്, മക്കാനത്ത് തുടങ്ങിയിട്ട് 6 സിഫത്ത് ജിബ്രീലിന് പറഞ്ഞപ്പോൾ നബിതങ്ങളിലേക്കാണ് ജിബ്രീല വലുതെന്ന് പറഞ്ഞു. പക്ഷെ അയാളുണ്ടാക്കി സമുദായത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയി. എല്ലാം ഖുർആൻ ഇവിടെ നോക്കിയ തക്വീർ മാത്രമല്ലല്ലോ ഖുർആനിലുള്ള സൂറത്തും. വമാ ഹുവ ബിഖൗലി ശൈത്വാനിർ റജീം. എന്നിട്ടെന്ന് പറഞ്ഞു വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ. ഒമാ സാഹിബ് പറഞ്ഞു, തങ്ങൾക്ക് ദിവസം പറഞ്ഞത് സാഹിബ്. എന്തുകൊണ്ട്? ഭ്രാന്തുണ്ടോ ഭ്രാന്തില്ലേ എന്ന് സംസാരത്തിലും പ്രവർത്തനത്തിലും തിരിയൽ കൂടി നടന്നാക്ക തിരിയൽ ലാക്കട്ടൊക്കെ തിരിഞ്ഞോളുന്നില്ല. അപ്പൊ നിങ്ങളെ സാഹിബായിട്ട് ഇത്ര കൊല്ലം വക്ക നടന്നാക്ക് മജ്നൂനെന്ന് തിരിയാത്തവർ നിങ്ങളാ മജ്നൂനന്മാർന്നാ പറയും. വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും കണ്ടുമുട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് വമാ ഹുവ ബിളനീനിൻ അലൽ ഗൈബി എന്ന് പറഞ്ഞു. അവിടെ ലനീനിന്റെ അവിടെ 2 ഖിറാഅത്തുണ്ട്. ലാ കൊണ്ട് ഖിറാഅത്തുണ്ട് ലനീൻ. അപ്പൊ ലന്ന് കൊണ്ട് പറയപ്പെടുന്നവരും. അപ്പൊ എന്തെങ്കിലും ഇതെവിടെ കൊണ്ടുവരുന്നത്, ആരോ ഓതി കൊടുക്കുന്നതോ അല്ല എന്താണിത് എന്നുള്ള ഈ ഊഹാപോഹങ്ങളെ കൊണ്ട് പറയപ്പെടുന്നവരല്ല ലന്നി. മറ്റേ ലനീൻ എന്ന് പറഞ്ഞാൽ ആ ഗൈബിൽ പറയപ്പെട്ട കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞ കാര്യത്തിന് ബഹിത്തരം കാട്ടുന്നവരല്ല എന്നാ വഴി വാദായാലും 2 ഖിറാഅത്തുണ്ട്. വമാ ഹുവ ബിഖൗലി ശൈത്വാനിർ റജീം. ശൈത്താന്റെ വാക്കുമല്ല. അത് മറ്റോർ ആക്ഷേപിച്ചിട്ടുണ്ട്. അത് ഞാൻ ലാ മുഖസിമു അത് നേരത്തെ പറഞ്ഞ തന്നെ അയുഖസിമു ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ഐ കരീമിൻ ഇൻദ മുർസിലിഹി. ആരാണോ ഇവരെ റസൂലാക്കി അയച്ചത് ആ മുർസിലാരാണ്? അല്ലാഹു തആല. അള്ളാഹിന്റെ അടുക്കൽ അവർ കരീമാണ്. ബി ഖുവ്വത്തിൻ, ഖുവ്വത്തുടയോരാണ് അല്ലേ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിൽ അലാ തബ്ലീഗി മാ ഹുമ്മിലഹു മിനൽ വഹ്യി, വഹ്യിനാൽ അവരുടെ മേൽ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട കാര്യങ്ങളെ തബ്ലീഗ് ചെയ്യാൻ വേണ്ടി നല്ല കഴിവുള്ള ആളാണ്. അതിനെന്തെല്ലാം വാചാലതയോ എന്തെല്ലാം ഹിക്മത്തുകളോ എന്തെല്ലാം സംസാരങ്ങളോ പോകണമോ എല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ മക്കീൻ എന്ന് പറഞ്ഞത് മുതമക്കിനിൽ മൻസിലത്തി മിർ റബ്ബിഹി, റബ്ബിന്റെ അടുക്കൽ മൻസില ഉറച്ചവരാണ്. ആ മൻസിലിൽ നിന്ന് മാറ്റാൻ ആർക്കും കഴിയൂല. റഫീഉൽ മഹല്ലി ഇൻദഹു മുതാഇൻ, അനുസരിക്കപ്പെടുന്നവരല്ലേ. എവിടെ? ആകാശത്തിൽ. ആകാശത്തിൽ എന്തില്ല നിഷേധിക്കുന്ന ആളാരുമില്ല, എല്ലാവരും അനുസരിക്കും. ഹിസ്സമായി സമ്മാനമായത്. അമീൻ എന്ന് പറഞ്ഞാൽ വഹയി. അപ്പോൾ ഇത്ര നേരം പറഞ്ഞത് ആരെയാണ്? ഖാല അലി ഇബ്നു ഈസാ വഗൈറുഹു പറയുന്നു അർ റസൂലുൽ കരീം ഹുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഫജമീഉൽ ഔസാഫി ബഅദു അലാ ഹാദാ ലഹു. അപ്പോൾ അവിടെ റസൂലിൻ കരീം എന്ന് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് വെച്ചാൽ ശേഷം പറഞ്ഞ ദീ ഖുവ്വത്ത്, മക്കീന്, മുതാഅ്, അമീനൊക്കെ പറഞ്ഞതും ആർക്കുള്ളത് തന്നെ ലഹു സല്ലല്ലാഹു അലൈഹി. ഞാൻ പറഞ്ഞ ബശരിയായ റസൂലാണെന്ന് വെച്ച് തങ്ങൾക്കാ പോകുന്നു. വഖാല ഗൈറുഹു അലി ഇബ്നു ഈസ, അല്ലാത്തവർ പറയുന്നു ഹുവ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അപ്പോൾ ഫതർജിഉൽ ഔസാഫി ഇലൈഹി, അപ്പോൾ ശേഷമുള്ള ഔസാഫ് എല്ലാവർക്കും പോകും, ജിബ്രീലിന് പോകും. ഇനി വലഖദ് റആഹു, ഇവിടെ എന്തുണ്ട്? 2 ലമീറുണ്ട്. റആ എന്ന് പറഞ്ഞ ഫേലിലുള്ള മുസ്തത്തിറായ മർഫൂഅ ലമീറുണ്ട്. പിന്നെ ഹു എന്ന് പറഞ്ഞ ബാരിസായ ലമീറുണ്ട്, മൻസൂബുണ്ട് അല്ലേ. അങ്ങനെ തന്നെയല്ലേ കാനൂന്. അത് യാനി മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അത് എന്നാ പറഞ്ഞത്. അത് ഖീല റആ റബ്ബഹു, റബ്ബിനെ കണ്ടു എന്നാണ്. അപ്പൊ റആന്റെ ഫായിലാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഹു എന്നുള്ളത് അള്ളാഹുവിലേക്ക് വരും. വഖീല റആ ജിബ്രീല ഫീ സൂറത്തിഹി,
അപ്പൊ റാന്റെ പായലാര് തന്നെ തങ്ങൾ തന്നെ ജിബിരിലിൻ്റെതായ സൂറത്തിൽ കണ്ടു എന്നാണ്. അല്ല എന്താ ഇസ്രാവും മിറാജിനായിട്ട് അക്ഷിസാക്കണ്ടല്ലോ, എത്രയോ തവണ ഭൂമിയിൽ വെച്ച് കണ്ടില്ലേ. അപ്പൊ എന്താക്കണം, ഫീ സൂറത്തി യഥാർത്ഥ രൂപത്തിൽ. ഇനി വമാഹുവ അലൽ ഗൈബി ബിളനീൻ, അവിടെ ലാ കൊണ്ടുള്ള കിറാത്താണ് മുബ്ര ആദ്യത്തിരിക്കുന്നത്. അപ്പൊ മത്തിൽ ലാഗ വേണ്ട 900 നമ്പർ. എന്തുകൊണ്ട് വമൻ ഖറഹു ബില്ലാദി എന്നപ്പുറം രണ്ടാമത് കോലായി പറയുമ്പോൾ ഒന്നാമത്തെ കോൽ എന്താകണം, ലാ കൊണ്ടായിരിക്കണല്ലോ. അബി മുത്തഹമിൻ, തെറ്റിദ്ധരിക്കപ്പെടേണ്ടവർ അല്ല. വമാഹുവ ബിളനീനിൻ അലൽ ഗൈബ്. വമൻ ഖറഹു ബില്ലാദി, ലാദ് കൊണ്ട് ഓതി, അത് സമയായ ഖറാത്താണ്. നാഫിം എന്നോറും ആസിം എന്നോറും ഇബ്നു അമർ തങ്ങളെല്ലാം അപ്രകാരം ഓതി. നമ്മളെ മൊത്തം അങ്ങനെ തന്നെയാണ്. ലാദ് കൊണ്ട് ഓതിയാൽ ഫമഅനാഹു മാഹുവ ബിബഖീലിൻ, ഒരു ബഖീൽ തരവും കാട്ടുന്നില്ല. ബിദ്ദുആഇ ബിഹി, ആ വഹി നൽകപ്പെട്ട കാര്യങ്ങളെ കൊണ്ട് ജനങ്ങളെ ക്ഷണിക്കലിലേക്ക്. അപ്പൊ തബ്ലീഗിയായ രംഗത്ത് തങ്ങൾ ഒരു ഉപേക്ഷയും വരുത്തിയിട്ടില്ല. വത്തദ്കീരി ബിഹികമിഹി വബിഇൽമിഹി വഹാദിഹി, ഇതെല്ലാം ലി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിത്തിഫാഖി, അതിലെതിരെ അഭിപ്രായമില്ല. എവിടെ നിന്ന് മുതൽ വലഖദ് റആഹുവിൻ്റെ അവിടെ തുടങ്ങി. ഇനി അത് തീർന്നു, അക്കസമാടെ തീർന്നു. വഖാല തആല നൂൻ വൽഖലമി വമാ യസ്തുറൂൻ. അഖ്സമല്ലാഹു തആല ബിമാ അഖ്സമ ബിഹി, സത്യം ചെയ്ത് എന്താ പറഞ്ഞില്ലേ, ഖസം ചെയ്തു അല തൻസീഹിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൻസീഹാക്കലാണ് ഖസമിന്റെ ജവാബ് വരുന്നത്. എന്നിട്ട് മിമ്മ ഖമസഹുൽ കഫറത്തു, കുഫാറുകൾ തങ്ങളെ അധിക്ഷേപിച്ചിട്ടുണ്ട് ബിഹി, ആ കാര്യങ്ങളെ കൊണ്ട്. വതകദീബിഹിം ലഹു, തങ്ങളെ കളവാക്കിയിട്ടുമുണ്ട്. അവിടെ എന്താക്കി, അതിനെതിരായി കൊണ്ടിട്ട് തങ്ങളെ തൻസീഹാക്കാൻ വേണ്ടി ഖസം ചെയ്ത് പറഞ്ഞു. വഅന്നസഹു വബസത അമലഹു, തങ്ങളെ ഈനാസാക്കി കൊടുത്ത്, അതുപോലെ തങ്ങളെ ആ പ്രതീക്ഷ വിശാലമാക്കി. ബിഖൗലിഹി മുഹസ്സിനൻ ഖിതാബഹു, ഖിതാബിനെ നന്നാക്കിക്കൊണ്ട്. മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ, മാ അൻത എന്ന് പറയുമ്പോൾ ഖിതാബായില്ലേ, തങ്ങളല്ല ബിമജ്നൂനിൻ, മജ്നൂനേ അല്ല. അവർക്ക് പറയേണ്ടത് മജ്നൂനാണെന്നാണ്. ആ മജ്നൂൻ അല്ലാന്നത് ബിനിഅമതി റബ്ബിക, അത് അല്ലാഹു തആല ചെയ്ത അനുഗ്രഹം കാരണത്താലാണ്. വഹാദിഹി നിഹായത്തുൽ മബറത്തി ഫിൽ മുഖാതബത്തി, ഹിതാബിടുന്ന വിഷയത്തിൽ ഏറ്റവും വലിയ ഉന്നതമായ ഒരു മബറത്താണ് കണ്ടത്. വഅലാ ദറജാത്തിൽ ആദാബി ബിൽ മുഹാവറത്തി, അഭിമുഖ സംഭാഷണത്തിന്റെ വിഷയത്തിൽ ഏറ്റവും വലിയ ഒന്നാണത്, അതിന്റെ അദബ്. ثم أعلمه صلى الله عليه وسلم, أعلمه تعالى എന്നുള്ളത് അത് ആലമാകന്റെ അല്ലാഹു തആല ഹു തങ്ങളെ എന്താ അറിയിച്ച്, ബിമാലഹു ഇൻദഹു മിൻ നഈമിൻ ദായിമിൻ, ഏറ്റവും നിലനിൽക്കുന്ന നഈമിനാൽ അല്ലാഹു തആല തങ്ങൾക്ക് തന്നിട്ടുണ്ട്. വസവാബിൻ ഗൈരി മുൻഖതിഇൻ, ഒരിക്കലും അറ്റമാവാത്ത സവാബും തന്നിട്ടുണ്ട്. ലാ യഖുദുഹു അദ്ദുൻ, അത് രണ്ടെണ്ണത്തിൽ ഒതുക്കാൻ കഴിയൂല. വലാ യംതന്നു ബിഹി അലൈഹി, ഇങ്ങനെ തന്നിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് അതിന് പ്രതികാരം ചോദിക്കലൊന്നുമില്ല. എന്താണത്? വഖാല തആല വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ. അപ്പം മംനൂൻ എന്ന് പറഞ്ഞ മന്നേന്റെ പിടിച്ചല്ലേ, മന്ന എന്ന് പറഞ്ഞാൽ തലപ്പുറമില്ല മന്നല്ലേ, വിളവട്ടണ മന്നയല്ല, മന്നയ മുന്നു. ആ മിന്നത്തിൽ നിന്നെന്താക്കി, ഒന്നയ്ക്ക് ദായിമിൻ എന്ന അർത്ഥം കൊടുത്തു, മുറിഞ്ഞു പോകൂല. അതാണ് അവർ എന്തെന്ന് വസവാബിൻ ഗൈരി മുൻഖതിഇൻ എന്ന് പറഞ്ഞത്. മറ്റൊന്നോ ഇന്ന തന്നിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് മിന്നത്ത് വാങ്ങിയ ആളൊരു കുറവാക്കലുണ്ടല്ല, മിന്നത്ത് പറയില്ലേ, അതുമില്ല. അതാണ് മംനൂൻ. അപ്പൊ രണ്ട് തഫ്സീറവിടെ ഒതുക്കിയിട്ടുണ്ട്. പിന്നീട് എന്താക്കി, അല്ലാഹു തആല തങ്ങളെ സ്തുതിച്ചു. ബിമാ മദഹഹു മിൻ ഹിബാതിഹി വഹദാഹു ഇലൈഹി, മനഹഹു തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ ഒന്നുണ്ട്, ഹിബാത്തിനാൽ ഓശാരത്തിനാൽ, അതിലേക്ക് ഹിദായത്തിലാക്കിയിട്ടുമുണ്ട്. വാക്കദാലിക തത്മീമൻ ലിതംജീദി, തംജീദിനെ ഉണ്ട് എന്താക്കി പൂർത്തിയാക്കാൻ വേണ്ടി ബിഹർഫൈ തൗകീദ്, തൗകീദിന്റെ 2 ഹർഫ് കൂട്ടിയിട്ടാണ്. ഫഖാല വഇന്നക ലഅലാ ഖുലുഖിൻ അലീം. ഇനി ഇതിന്റെ അപ്പുറം പറയാൻ ബാക്കിയില്ല. ഏതാന്ന്
ഇന്നക ഇന്ന കൊണ്ട് തക്കീത് കൊടുത്ത് എന്നിട്ടോ ലഅല ജവാബിൽ എന്താക്കിയ ജവാബ് ഖബർ ഖബറിൽ ലഅല എന്ന് ദാമും കൊടുത്തു. ഖീല ഖുലുഖുൻ അദീം എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഖുർആനാണ്. അത് ആയിഷ ബീബി പറഞ്ഞില്ല, കാന ഖുലുഖുൽ ഖുർആൻ. വഖീല അൽ ഇസ്ലാം എന്നതാണെന്ന്. വഖീല തബഉൽ കരീം എന്ന മഹത്തായ സ്വഭാവ വിശേഷണം എന്ന് പറയുന്ന തബ ഉണ്ടല്ലോ, പ്രകൃതി തന്നെ. വഖീല ലൈസ ലക ഹിമ്മത്തുൻ ഇല്ലല്ലാഹു ജല്ല വതആല, അല്ലാഹു തആല അല്ലാത്ത മറ്റൊരു ഉദ്ദേശം തന്നെ തങ്ങളെ കൽബിലില്ലാന്ന്. അതെന്തില്ല? ഖുലുഖുൻ അദീമിന്റെ വ്യാഖ്യാനങ്ങളാണ്. قال الواسطي പറയുന്നു അസ്നാ അലൈഹി ബിഹുസ്നി ഖബൂലിഹി ലിമാ സദാഹു ഇലൈഹി മിൻ നിഅമിഹി, അല്ലാഹു തആലയുടെ നിഅമത്തിനാൽ അല്ലാഹു നൽകിയ ഒന്നിനെ നല്ല നിലക്ക് കബൂൽ ചെയ്തിട്ടുണ്ട് എന്ന് തങ്ങളെ പുകഴ്ത്തി. എല്ലാം അല്ലാഹു അതിനെ വാങ്ങി വെച്ചിട്ടുണ്ട്. വഫല്ലലഹു ബിദാലിക അലാ ഗൈരിഹി, അസ്ദാഹുവിന്റെ വാക്യാണത്. അസ്ദാഹു ഇലൈഹി വഫല്ലലഹു, അതുകൊണ്ട് അലാ ഗൈറിനെ കാണാം. അതുകൊണ്ട് ലിഅന്നഹു ജബലഹു അലാ ദാലികൽ ഖുലുഖി, ആ ഖുലുഖിന്റെ മേലാണ് അല്ലാഹു തആല തങ്ങളെ പടച്ചത് തന്നെ. ലഅല അലയിട്ടിട്ട് പറഞ്ഞത്, ദൂഖുലുഖെന്നല്ല, അലയിട്ടിട്ട് പറഞ്ഞു. ഫസുബ്ഹാനൽ ലതീഫിൽ കരീം അൽ മുഹ്സിനിൽ ജവാദിൽ മജീദ് അല്ലദീ യസ്സറ ലിൽ ഖൈരി വഹദാ ഇലൈഹി, അല്ലാഹു തആല തന്നെ ഖൈറിലേക്ക് വേണ്ടി എളുപ്പമാക്കി കൊടുക്കുകയും ഹിദായത്തിലാക്കി കൊടുക്കുകയും ചെയ്തു. ثم أثنى على فاعله, എന്നിട്ടോ അതിന് ഫായിലിന്റെ മേൽ സ്തുതിക്കുകയാണ്. വജാസാഹു, അതിന് പ്രതിഫലവും കൊടുത്തു. സുബ്ഹാനഹു മാ അഗ്മറ നവാലഹു, അല്ലാഹുവിന്റെ അനുഗ്രഹം എത്ര അഗ്മർ, അതാണ് മാ അഗ്മറ എന്നതിന് താജ്ജുബിന്റെ. നമ്മൾ അംതിംബിഹി എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് സീഖയെന്ന്, ഒന്ന് മാ അമട്ടഹു, മറ്റേതോ അംതിംബിഹി. ഇഫ്ളാലിനെ വിശാലമാക്കുകയും ചെയ്തു. അതിനടുക്കട്ട് പിന്നെ അല്ലാഹു തആല തങ്ങളെ തസ്ലിയത്താക്കുകയാണ്. തസ്ലിയത്ത് സമാധാനിപ്പിക്കൽ. എന്ത്? അൻ ഖൗലിഹിം, അവരെ കൗലിനെ തൊട്ട്. അവരെന്തല്ലോ തങ്ങളെ പറ്റി പറഞ്ഞില്ലേ? ബഅദ ഹാദാ, ഇതിന് ശേഷം തസ്ലിയത്ത് കൊടുത്ത്. ബിമാ വഅദഹു ബിഹി മിൻ ഉഖബാഹു, അന്തിമമായ കാര്യങ്ങളിൽ എന്താണോ വാഗ്ദാനം ചെയ്തത് അതുകൊണ്ട് തസ്ലീത്താക്കുന്നത്. അപ്പൊ സല്ലാഹുവിന്റെ താലൂക്കത്തേക്ക് ഒന്ന് ബഅദഹ, മറ്റൊന്നോ ബിമാ വഅദഹു ബിഹി വതബഅദഹും, എന്നിട്ടോ അവരെ താക്കീത് കൊടുത്തു. അതെന്തിന്റെ വാക്യാണ്? സല്ലാഹുവിന്റെ അർത്ഥം. ബിഖൗലി ഫസതുബ്സിറു വയുബ്സിറൂന ബിഅയ്യികുമുൽ മഫ്തൂൻ എന്ന്. ഫസതുബ്സിറു, തങ്ങൾ പിറകെ കാണും. വയുബ്സിറൂന, അവരും കാണും. എന്നുവെച്ചാൽ അവർക്ക് ശിക്ഷ കൊടുക്കുന്നത് തങ്ങളും കാണും, മറ്റുള്ളവരും കാണും. എന്താ? ബിഅയ്യികുമുൽ മഫ്തൂൻ, ഈ ഫിത്ന ബാധിച്ചത് തങ്ങൾക്കാണോ അവർക്കാണോ എന്നുള്ളത് പിറകെ തിരിയും. ആർക്കാണ് ഈ ഫിത്ന ഉള്ളത്? അപ്പം ഫിത്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാം ആവാനും ഇവിടെ മജ്നൂനാവലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഭ്രാന്ത ആർക്കാണ് ഉള്ളത് എന്ന് പിറകെ തിരിയും. അസ്സലാസല്ലായ, അങ്ങനെ മൂന്നായത്ത് ഒതുക്കോ. തങ്ങളെ മദ്ഹ് പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല എന്താക്കി? അത്ബ് ചെയ്ത് പറഞ്ഞു. അലാ ദമ്മി അദുബിഹി, കണ്ടോ? അദുബിന്റെ ദമ്മിന്റെ മേലെ. വദിക്രി സൂഇ ഖുലുഖിഹി, അവന്റെ മോശമായ സ്വഭാവത്തിനെ പറ്റിയും. വഅദ്ദ മആയിബിഹി, അവന്റെ ഐബുകൾ എണ്ണുന്നതും. മുതവല്ലിയം ദാലിക ബിഫളിഹി, തങ്ങളതിനൊരു മറുപടിയും കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം. ഖുർആനിലൂടെ മറുപടി കൊടുക്കും. വമുൻതസില ലിനബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾക്ക് അല്ലാഹു തആല പിന്തുണച്ചുകൊണ്ടും. ഫദകറ ബിൽആശറ ഖസലതൻ, അങ്ങനെ 10 ചില്ലാനം ഖസലത്തനി മിൻ ഖിസാലിൽ ദമ്മി, ദമ്മിന്റെ ഖിസാലുണ്ട്. ഇവിടെ സൂറത്തുൽ ഖലമല്ലേ? കിട്ടിയാ? പേജ് വന്നിട്ട് കിട്ടി കിട്ടി കിട്ടി. തങ്ങളോട് മതേ പറഞ്ഞു. ഇത് ഭയങ്കര താക്കീത്ത് കൊടുത്ത് തങ്ങളും കാണും എല്ലാവരും കാണും അവർക്ക് എന്ത് കിട്ടുന്നുണ്ടെന്നുള്ളത്.
അതാ ബിഅന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ളല്ല അൻ സബീലിഹി വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. ഹിദായത്ത് കിട്ടിയവർ ആരുണ്ട് ഇവിടെ? എല്ലാ പിഴച്ചവർ ആരുണ്ട് ഇവിടെ എന്ന് അല്ലാഹു തആലക്ക് അറിയാം. എന്നിട്ട് പറഞ്ഞു ഫലാ തുതിഇൽ മുകദ്ദിബീൻ, കദീബിന്റെ ആളുകളെ പിൻപറ്റണ്ട. വദ്ദു ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ, തങ്ങളവർക്ക് അനുകൂലമായിട്ട് ഒരു മുഖമ്മലിക്ക് പറയും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എന്നാ എന്താക്കുക, ഇവരെ എതിർപ്പ് കുറയും, തങ്ങൾ ആ വിട്ടുവീഴ്ചക്ക് നിൽക്കൂല. വലാ തുതിഇ കുല്ല ഹല്ലാഫിൻ മഹീൻ, കണ്ട ഒന്ന് ഹമ്മാസിൻ മശ്ശാഇൻ ബിനമീം. എത്രയായി? ഹമ്മാസ് ഒന്ന് വരെ മശ്ശാഇൻ ബിനമീം വരെ. നമീം വെത്തുകൊണ്ട് നടക്കുന്നവന്, മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ അസീം ഉതുല്ലിൻ ബഅദ ദാലിക സനീം അൻ കാന ദാ മാലിൻ വബനീൻ. ഇതാണ് വലീദനാനെ പറ്റിയാണെന്നാണ് അൽഹറായ കൗല് മുല്ലാലക്കാര് പറഞ്ഞു. വേറെ ഉണ്ട്, നമ്മൾ ഇന്നാൾ കണ്ടെന്ന് പറഞ്ഞില്ലേ, വലീദാണ്. ഹല്ലാഫ്, മഹീന്, ഹമ്മാസ്, മശ്ശാഉൻ ബിനമീം, മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ അസീം ഉതുല്ലിൻ ബഅദ ദാലിക സനീം അൻ കാന ദാ മാലിൻ വബനീൻ. ഇതെല്ലാം ഈ അഹങ്കാരത്തിനൊക്കെ അവനെ പ്രേരിപ്പിച്ച വസ്തു എന്താണ്? കുറച്ച് പൈസ ഉണ്ടായിരുന്നു അല്ലേ? ഇദാ തുത്ല അലൈഹി ആയാതുനാ ഖാല അസാതീറുൽ അവ്വലീൻ, ഇത് പഴമക്കാർ കെട്ടിയുണ്ടാക്കിയ കുറെ വചനങ്ങളാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവനെ വിട്ടുകൊടുക്കൂല. സനസിമുഹു അലൽ ഖുർതൂം എന്നാണ് സമാപിച്ചത്. ഖുർതൂം എന്ന് പറഞ്ഞാല് മൂക്കിനാ പറയാം, പക്ഷെ മൃഗങ്ങൾക്കുള്ള മൂക്കിനെ ഖുർതൂം എന്ന് പറഞ്ഞു. മനുഷ്യന്മാർക്ക് അംസു എന്നാ പറയുന്നത്, തുമ്പിക്ക്. അപ്പൊ ഇവിടെ എന്താക്കി, ഖുർതൂം എന്ന് പറഞ്ഞിട്ട് ആണ് അല്ലാഹുവിനെ തിരിച്ചടിക്കുന്നത്. ഇവൻ മനുഷ്യനിക്ക് കൊടുക്കേണ്ട അംഗം പറയാൻ പറ്റില്ല, മൃഗത്തിന് കൊടുക്കേണ്ട അംഗമാണ് ഇവനിക്ക് പറയേണ്ടത് എന്നത്തെ ഖുർതൂം എന്ന് വെച്ചു. അല്ല, ഖുർതൂം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് കൊടുക്കുന്ന വസ്ഫല്ല ഇവനിലേക്ക് ചേർക്കേണ്ടത് ഖുർതൂം. അതിനൊരു അടയാളം കൊടുക്കും. മുഫസ്സിരീങ്ങൾ പറഞ്ഞെന്താണ്, ആ മൂക്കുമ്പോ പ്രത്യേക ഒരു ശിക്ഷന്റെ അലാമത്ത് കൊടുക്കും. കാണുന്ന ആക്കല്ലോ ആ ആയത്തിൽ പറഞ്ഞ ഹമ്മാസും മശാൽ ഇവനാന്നല്ലേ, അതെല്ലാം അടയാളം കാണുന്നു. വസമയസിമു സനസിമുഹു, ثم ختم ذلك بالوعيد الصدق بتمام شقائه وخاتمة بواره. അവന്റെ അന്തിമം വളരെ മോശമാണ് എന്നുള്ളത് അറിയിക്കുന്ന ഒരു താക്കീതാണ് സനസിമുഹു അലൽ ഖുർതൂം. അവന്റെ ഖുർതൂമിന്റെ മേലെ എന്താക്കും, ഒരു സീല് കൊടുക്കുന്നുണ്ട്. അത് കണ്ടപ്പോ എല്ലാവർക്കും മനസ്സിലാകും, അലാമത്ത് കണ്ടിട്ടു. അപ്പൊ ഫകാനത്ത് നുസ്റത്തുല്ലാഹി തആല ലഹു അതമ്മ മിൻ നുസ്റതിഹി ലിനഫ്സിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നഫ്സിന് നുസ്റത്ത് പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് അല്ലാഹു തആല എന്താക്കി, അത് തിരിച്ചടി കൊടുത്തു, നുസ്റത്ത് കൊടുത്തു. തങ്ങൾ പറഞ്ഞാൽ ഇത്ര മൊത്തം പൂർത്തിയായിക്കൊള്ളുന്നില്ല എന്ന് പറയാൻ നിൽക്കൂല. വലാ യത്ഫാ ബി സയ്യിദി സയ്യിഅന്നല്ല. വറദ്ദുഹു തആല അലാ അദുബിഹി അബ്ലഗ മിൻ റദ്ദിഹി. തങ്ങളെ റദ്ദിനാക്കാണ് അബുലഗായ റദ്ദ് അല്ലാഹു തആല ഏറ്റെടുത്തു. എന്നിട്ട് വാസ്വത ഫീ ദീവാനി മജ്ദിഹി സല്ലല്ലാഹു അലൈഹി, മജ്ദിന്റെ ദിവാനിൽ തന്നെ തങ്ങളെ അടിയുറപ്പിച്ചു നിർത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം.